നമ്മൾ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ എല്ലാ വാക്യങ്ങളിലും ത്രയങ്ങളെന്ന് പറഞ്ഞു. ത്രയം എന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങൾ. ഇവിടെ 3 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ, വാക്യം എല്ലാവരും നോക്കണേ. അവിശ്വസിച്ച ഇസ്രായേൽ മക്കൾക്കുണ്ടായ അനുഭവം 1. 2, നിഗളിച്ച ദൂതന്മാർക്കുണ്ടായ അവസ്ഥ. 3, ദുർനടപ്പ് മൂലം സോദോം ഗൊമോറയ്ക്കുണ്ടായ അനുഭവം. മനസ്സിലായല്ലോ? 3 കാര്യങ്ങൾ. ഒന്നുകൂടെ ഞാൻ പറയാം. അവിശ്വസിച്ച, അനുസരിക്കാതിരുന്ന, അല്ലെങ്കിൽ അവിശ്വാസിച്ച ഇസ്രായേൽ മക്കൾക്കുണ്ടായ അനുഭവം, അതുപോലെ നിഗളിച്ച ദൂതന്മാർക്കുണ്ടായ അനുഭവം, ദുർനടപ്പ് മൂലം സോദോം ഗൊമോറയ്ക്കുണ്ടായ അനുഭവം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഈ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ദൈവം ആ ചരിത്രം വളരെ ഹ്രസ്വമായിട്ടൊന്നും പറയാൻ നിങ്ങൾക്ക് അറിവുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. വളരെ ചുരുക്കിയാണെന്ന് പറയാം. അവിടെ ദൈവജനമായ ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവരിക. ചെങ്കടൽ കടന്നു. അത് കഴിഞ്ഞ് മരുഭൂമിയിൽ കൂടെ അവരെ നടത്തി. അവർക്ക് ആവശ്യമായതെല്ലാം ദൈവം കൊടുത്തു. വെള്ളമില്ലെന്ന് പറഞ്ഞാൽ വെള്ളം കൊടുത്തു. പിന്നെ ആഹാരമില്ലെന്ന് പറഞ്ഞാൽ മന്ന കൊടുത്തു. ഇറച്ചിയില്ലെന്ന് പറഞ്ഞപ്പോൾ എന്ത് കൊടുത്തു? കാടപ്പക്ഷിയെ കൊടുത്തു. എല്ലാം ദൈവം കൊടുത്തു. എന്നിട്ടും എന്ത് സംഭവിച്ചേ? ആ ദൈവത്തോട് മത്സരിക്കുകയാണ് അവര്. ഇസ്രായേൽ, അല്ലെങ്കിൽ അവര് ചെന്ന് താമസിക്കുവാനുള്ള ദേശം അറിയാമല്ലോ. അത് കനാൻ ദേശം ഒറ്റുനോക്കുവാനായിട്ട് അവര് കുറച്ചുപേരെ അയച്ചു. മോശ. ആരൊക്കെയാ? അല്ല, എത്ര? ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തർ 12 പേരെ അയച്ചു. നമുക്ക് അറിവുള്ള ചരിത്രം, നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ്. അന്നേരം കനാൻ ദേശം ഒറ്റുനോക്കുവാനായിട്ട് 12 പേരെ തിരഞ്ഞെടുത്ത് അയച്ചു. അവരെല്ലാവരും കനാൻ ദേശത്ത് ചെന്നു, കാര്യങ്ങളൊക്കെ നോക്കി. അത് 10 പേരെന്ത് പറഞ്ഞു? 10 പേര് അഭിപ്രായം എന്ത് പറഞ്ഞു? അയ്യോ, അവിടുത്തെ മല്ലന്മാരാണ്, അവരെ ഒന്നും നമുക്ക് തോൽപ്പിക്കാനൊക്കത്തില്ല. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും ചെറിയവരെ പോലെ, വെട്ടുക്കിളികളെ പോലെ തോന്നി. അവരുടെ മുമ്പിൽ ഞങ്ങൾ ഒന്നുമില്ല. ഇസ്രായേൽ മക്കൾ തന്നെ വലിയ ആളാണ്, അവരുടെ മുമ്പിൽ ഞങ്ങൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു 10 പേര്. എന്നാൽ 2 പേര് എന്തൊക്കെ പറഞ്ഞു? അവിടുത്തെ നമുക്ക് ഈ ദേശം കൈവശമാക്കാം, ദൈവത്തിൽ വിശ്വസിക്കുക. നമ്മൾ ആരൊക്കെയാണത്? യോശുവയും കാലേബും. 2 പേര് മാത്രം ഈ ദേശം കൈവശമാക്കാൻ ഒരു വിഷമവും ഇല്ല, ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നവർ വിശ്വസിച്ചവര് പറയുകയാണ് ചെയ്യും. 10 പേര്. നമ്മളാണ് എന്തോ ചെയ്തത്? എന്താ പറഞ്ഞാൽ മതി. 10 പേരുടെ ഉപദേശം ഭൂരിപക്ഷം. എന്നാൽ ഇവിടെ എന്തോ ചെയ്തേ? മോശ എന്തോ ചെയ്തേ? ദൈവത്തിന്റെ. അന്നേരം സഭയിലായാലും ഇതുപോലെ കാര്യങ്ങൾ നടക്കുന്നു. സഭയിലായാലും എന്തുവാ? ഭൂരിപക്ഷമോ ജനാധിപത്യമോ അല്ല ദൈവവിശ്വാസം എന്ന് പറയുന്നത്. എന്താണ്? ദൈവാധിപത്യമാണ്. അത് മനസ്സിലാകും. ദൈവാധിപത്യം, ദൈവത്തിനാണ് പ്രാധാന്യം. വചനം എന്ത് പറയുന്നു? ഭൂരിപക്ഷം പ്രശ്നമല്ല, ന്യൂനപക്ഷമായിരിക്കും ചിലപ്പം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ അത് ചുരുക്കി ഞാൻ പറഞ്ഞത്, ഇസ്രായേൽ മക്കൾക്കുണ്ടായ അനുഭവം എത്രയോ ദുഃഖകരമായിരുന്നു. 20 വയസ്സിന് മേളിലോട്ടുള്ള എല്ലാവരെയും ദൈവം എന്ത് ചെയ്യുന്നു? മരുഭൂമിയിൽ നശിപ്പിച്ചു. എല്ലാവരും മരുഭൂമിയിൽ പട്ടുപോയി. 20 യോശുവയും കാലേബും ഒഴിച്ച്, മോശയും ഒക്കെ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും എന്ത് ചെയ്തു? പട്ടുപോയി. ഇസ്രായേൽ മക്കൾ 20 വയസ്സിന് മുകളിലുള്ള എല്ലാവരും അവിടെ വെച്ച് പറ്റുപോയി. ആരും വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചില്ല. എത്രയോ ദുഃഖകരമായ കാര്യമാണ്. ഇസ്രായേൽ മക്കളെ ദൈവം കൊണ്ടുവന്നത് എന്തിനാ? വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ച് അവരവിടെ വസിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം കൊണ്ടുവന്നത്. എന്നാൽ ദൈവം അത് ചെയ്തില്ല. ചെയ്താൽ കാര്യം അവരുടെ അവിശ്വാസമാണ്. ഇന്നും ദൈവം നോക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ എങ്ങനെയായിരിക്കും? നമ്മുടെ വിശ്വാസം എങ്ങനെയായിരിക്കും? ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവം എനിക്ക് നൽകി തരും എന്നുള്ള പൂർണ്ണമായ ഒരു വിശ്വാസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അനേക ആളുകൾ നമ്മുടെ ഇതിലേക്ക് കടന്നു വരുമ്പോൾ അവരെ ജയിക്കുവാനുള്ള വചനം എനിക്ക് ദൈവം തരും, അല്ലെങ്കിൽ വാക്കുകൾ എനിക്ക് ദൈവം തരും. അവരോട് എതിർത്ത് നിൽക്കണം. അവരെ ഒരു കാരണവശാലും നമ്മൾ അടുപ്പിക്കുവാനായിട്ട് പാടില്ല. ഒരു കാരണവശാലും അവരെ ഉള്ളിലേക്ക് കയറ്റുവാനായിട്ട് പാടില്ല. അവരോട് എതിർത്ത് നിൽക്കണം എന്നുള്ള ഉത്തമ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ദൈവവചനം പഠിക്കണം. അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 8 മുതൽ.
ഇവിടെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. നമ്മൾ അവിശ്വസിക്കാൻ പാടില്ല. നമ്മുടെ ദൈവത്തെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം. നമ്മൾ വ്യാജം കാണിക്കാൻ പാടില്ല. അനന്യാസനും സഫീറയ്ക്കും ഉണ്ടായ അനുഭവം നമുക്കറിയാം. ദൈവസേനയിൽ അവർ വ്യാജം കാണിച്ചു. അവരവിടെ തന്നെ എന്ത് ചെയ്തു? മരിച്ചു വീഴുകയാണ് ചെയ്തത്. നോക്കുക, ഇന്നും ദൈവം പ്രവർത്തിക്കാൻ നമ്മുടെയൊക്കെ ദൈവകൃപ കൊണ്ടാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. സഖര്യാവിനുണ്ടായ അനുഭവം അറിയാം. എന്തോ സഖര്യാവിനുണ്ടായ അനുഭവം? എന്തുവാ? ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്തോ സഖര്യാവിനുണ്ടായ അനുഭവം? ഊമനായിപ്പോയി. എങ്ങനെയാ സഖര്യാവ് ഊമനായി പോയത്? കർത്താവിനെ, ദൂതനെ അവിശ്വസിച്ചു. യോഹന്നാന്റെ ജനനമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം എടുക്കാം. ലൂക്കോസ് 1, 20-ാം വാക്യം വായിച്ച്. 1:20. സഖര്യാവും എലിസബത്തും, അല്ലയോ? അവർക്ക് മക്കളില്ലായിരുന്നു. എലിസബത്തിന്റെ അടുത്ത് ദൂതൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്യും, കാര്യം നിനക്കൊരു മകനുണ്ടാവും എന്ന് പറഞ്ഞു. യോഹന്നാൻ സ്നാപകന്റെ ജനനമാണ് അവിടെ പറയുന്നത്. അങ്ങനെ സഖര്യാവ് അത് അവിശ്വസിച്ചു. സഖര്യാവ് മനസ്സിലാകുന്നു. സഖര്യാവ് അവിശ്വസിച്ചത് കൊണ്ട് ആ യോഹന്നാൻ സ്നാപകൻ ജനിക്കുന്നത് വരെ സഖര്യാവ് എങ്ങനെ ചെയ്തു? ഊമനായി. ഒന്നും പറയാൻ വയ്യ. യോഹന്നാൻ സ്നാപകന്റെ ആ ജനന സമയത്ത് പോലും പേരാരോടാ പറഞ്ഞിരിക്കുന്നേ? സഖര്യാവിനോടാ പറഞ്ഞിരിക്കുന്നത്. എന്തോ പേരിടണമെന്നാ? യോഹന്നാൻ എന്ന് പേരിടണം. അതുപോലെ അവന് പറയാൻ വയ്യ. എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. ആ എഴുതി കൊടുത്ത് പേര് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ അവന്റെ ആ വിഷമം മാറുകയും അവൻ സംസാരിച്ചു തുടങ്ങുകയും ചെയ്തു. നോക്കുക, നമ്മുടെ ദൈവത്തിന് ഇപ്പോഴും പ്രവർത്തിക്കാൻ കഴിയും. നമ്മൾ വ്യാജം കാണിച്ചാൽ, നമ്മൾ ദൈവസന്നിധിയിൽ അനുസരണക്കേട് തെറ്റ് കാണിച്ചാൽ ദൈവം പ്രവർത്തിക്കുന്നതാണ്. എന്നാൽ നമ്മൾ അങ്ങനെ നമ്മളെ ദൈവം നശിപ്പിക്കാതെ നിൽക്കുന്നതിന്റെ കാരണം ദൈവം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗത്തിലായിരിക്കുന്നു. അത് നമ്മൾ ഒരിക്കലും മറന്നുപോകരുതെന്നുള്ള കാര്യമാണ് ഇവിടെ ഓർപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ദൈവത്തെ അവിശ്വസിക്കുവാനൊന്നും പാടില്ല. അതുപോലെ ലോത്തിന്റെ കാര്യം എന്ന് പറയാം. ലോത്തിന് എന്ത് സംഭവിച്ചു? ലോത്തിന്റെ കൂടെ ഭാര്യയുടെ പറഞ്ഞു ഇറങ്ങി പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. അവിശ്വസിച്ചു. ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി. അവൾ ഒപ്പുതുണായിപ്പോയി. അത് ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് അവിശ്വസിച്ച ഇസ്രായേൽ മക്കൾക്കുണ്ടായ അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്തുവാ? നിഗളിച്ച ദൂതന്മാർക്കുണ്ടായ അവസ്ഥ. എന്താണ് നിഗളിച്ച ദൂതന്മാർക്കുണ്ടായ അവസ്ഥ? അറിയാം. അത് പറഞ്ഞൂടെ? ദൈവത്തെ പോലെ ആകുവാൻ അവർ ആഗ്രഹിച്ചു. അതിന്റെ ഫലമായിട്ട് ദൂതന്മാരെ ദൈവം താഴെയിട്ടു. അതും അവർക്ക് അറിയുന്ന കാര്യമാണ്. അതുപോലെ ദുർനടപ്പ് മൂലം ഇന്നലെ പഠിച്ച ദുർനടപ്പ് മൂലം സോദോം ഗൊമോറയ്ക്കുണ്ടായ അനുഭവം എത്രയോ ദുഃഖകരമായ കാര്യമാണ്. ലോത്തിനെയും ഭാര്യയെയും മക്കളെയും 2 മക്കളെയും അവിടുന്ന് വിടുവിച്ചു. ഓടിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ യൂദയുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യം 5 മുതൽ 7 വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. നമ്മൾ അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കണം. അവർക്കുണ്ടായ അനുഭവം നമുക്കൊരു മുന്നറിയിപ്പായിട്ട് ഇരിക്കുകയാണെന്നുള്ള ചിന്ത നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അവിടെ 7-ാം വാക്യം നമ്മൾ വായിക്കാം. ഇങ്ങനെ ഈ കാര്യങ്ങൾ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1 ഇസ്രായേൽ മക്കൾക്കുണ്ടായ അവസ്ഥ, 2 നിഗളിച്ച ദൂതന്മാർക്കുണ്ടായ അവസ്ഥ, 3 സോദോം ഗൊമോറയിലുണ്ടായ അവസ്ഥ, അവിടെ ഉണ്ടായ അവസ്ഥ. അതെല്ലാം ഇന്നലെ വിശദമായിട്ട് പഠിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് എടുക്കുന്നില്ല. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾക്കൊരു മുന്നറിയിപ്പാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ടതാണ്. ഒന്നാമത് ഈ അവിശ്വാസത്തിനുള്ള ഔഷധം എന്ന് പറയുന്നത് ഒന്ന് ജാഗ്രതയാണ്. ജാഗ്രതയുള്ളവരായി നമ്മൾ ഇരിക്കണം. അലർട്ട് ചില ഹെഡിങ് ചില മുന്നറിയിപ്പൊക്കെ ചില സ്ഥാനത്ത് കൊടുക്കുമല്ലോ. അലർട്ടായിരിക്കണം, മുന്നറിയിപ്പ്, ഇവിടെ ഈ ഭാഗത്തേക്ക് വരാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ വളരെ അലർട്ടായിട്ടിരിക്കണം. വളരെയധികം ജാഗ്രതയോടെ ഇരിക്കണം. ഒന്നാമത് ജാഗ്രതയോടെ ഇരിക്കുക. രണ്ടാമത്തെ ദൈവവചനത്തോട് നമ്മൾ ചേർന്ന് പോവുക. ഈ അവിശ്വാസം നമ്മിൽ നിന്ന് മാറണമെങ്കിൽ, നമ്മിലേക്ക് പ്രവേശിക്കാതിരിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യണമെന്ന് ദൈവവചനത്തിൽ പറയുന്നു. 1, നമ്മൾ ജാഗ്രത ആയിരിക്കണം, വളരെ ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ യാത്രയിലും നമ്മുടെ ദൈനംദിനമുള്ള ഇടപാടിലെല്ലാം നമ്മൾ വളരെ ജാഗ്രതയോടെ വളരെ ശ്രദ്ധിച്ചിരിക്കണം. രണ്ടാമത്തെ കാര്യം, ദൈവവചനം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം.
ദൈവവചനം നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കണം, പഠിക്കണം. ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ പറഞ്ഞു വരുമ്പോൾ അതിന് മറുപടി പറയാനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കണം. ദൈവവചനം പഠിച്ചെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് ദൈവവചനം ആ നിലയിൽ നമുക്ക് പഠിക്കുവാൻ ഇടയായി തീരണമെന്ന് വ്യക്തമായിട്ട് ദൈവവചനം പറയുകയാണ്. അങ്ങനെ ആ 7 വരെയുള്ള വാക്യങ്ങളിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. അത് ഇന്നലെ വിശദീകരിച്ചതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. 3 കാര്യങ്ങൾ ഓർമ്മയിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. ഒന്നുകൂടെ പറയണോ? എന്താന്ന് അറിയാം. ഇനി അടുത്ത് 8-ാം വാക്യം വായിക്കാം. ആ 9-ാം വാക്യം കൂടെ വായിക്കാം. ഇവിടെ ഈ 3 കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ ത്രയത്തെ കുറിച്ച് പറഞ്ഞു. ആ 3 കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ പറയുന്നത് എന്തുവാ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്? അവിടെ പറയുന്നത് അങ്ങനെ തന്നെ ഇരുവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും, ജഡത്തെ മലിനമാക്കുക ഒന്നാമത്തെ കാര്യം. ത്രയത്തിലെ ഒന്നാമത്തെ കാര്യം ജഡത്തെ മലിനമാക്കുക. രണ്ടാമത്തെ കാര്യം എന്തുവാ? കർത്തൃത്വത്തെ തുച്ഛീകരിക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ, ദൈവത്വത്തെ തുച്ഛീകരിക്കുക. 3 മഹിമകളെ ദൂഷിക്കുക. 3 കാര്യം കണ്ടല്ലോ. ആ വാക്യം ശ്രദ്ധിച്ചിരിക്കണം, ആ വാക്യത്തെ നോക്കിയിരിക്കണം. അവിടെ 3 കാര്യങ്ങൾ: ജഡത്തെ മലിനമാക്കുക, കർത്തൃത്വത്തെ തുച്ഛീകരിക്കുക, മഹിമകളെ ദൂഷിക്കുക. പത്രോസിന്റെ ഭാഷയിൽ ഇവർ പറഞ്ഞാൽ മലിന മോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് അവർ നടക്കുന്നു. 2 പത്രോസ് ഇന്നലെ പഠിച്ച 2 പത്രോസ് 2:9. 2 പത്രോസ് 2:9 ഒന്ന് വായിക്കാം, ഉറക്കെ വായിക്കാം. അവിടെ പറയുന്നത് ജഡത്തെ മലിനമാക്കുന്നവര്, കർത്തൃത്വത്തെ തുച്ഛീകരിക്കുന്നവര്, ഇങ്ങനെയുള്ള ആളുകള് നുഴഞ്ഞു വരുവാൻ സാധ്യതയുണ്ടെന്ന് പത്രോസ് പറഞ്ഞ കാര്യം യൂദായുടെ ലേഖനം എഴുതുമ്പോൾ അത് നിവൃത്തിയായിരിക്കുകയാണ്. അതങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്. ഒന്നാമത് പറഞ്ഞ കാര്യം ജഡത്തെ മലിനമാക്കുക. അത് നമ്മൾ കണ്ടു. ജഡത്തെ മലിനമാക്കുന്ന അവസ്ഥ സോദോം ഗൊമോറയിൽ കണ്ടു കഴിഞ്ഞു. ജഡത്തെ മലിനമാക്കുക, ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ജഡത്തെ മലിനമാക്കുന്ന, നമ്മുടെ ഹൃദയത്തിൽ മലിനം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കൊലോസി ലേഖനം 3:5. കൊലോസി ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം നമ്മൾ ചേർത്ത് വായിക്കാം. കൊലോസി 3. ഇങ്ങനെയുള്ള അവയവങ്ങൾ, നമ്മൾ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ മരിപ്പിക്കണം. അവിടെ പറയുന്നത് എന്തൊക്കെയാണ്? ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നശിപ്പിക്കണം. അല്ലെങ്കിൽ അത് മുളയിലേ നുള്ളിക്കളയണം എന്ന് വ്യക്തമായിട്ട് ദൈവവചനം പറയാം. ജഡത്തെ മലിനമാക്കുന്ന കാര്യങ്ങൾ നമ്മൾ നശിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം കർത്തൃത്വത്തെ തുച്ഛീകരിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞതാ. എന്തുവാ കർത്തൃത്വത്തെ തുച്ഛീകരിക്കുന്നേ? കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഈ കർത്തൃത്വത്തെ തുച്ഛീകരിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടക്കുന്നില്ല എന്നും, എങ്കിലും അനുസരണം കെട്ടവരായി, ദൈവത്തെ അനുസരിക്കാത്തവരായി നടക്കുന്നു. ഇന്ന് സഭകളിലും അതുണ്ട്. ദൈവത്തിന്റെ ആ ദൈവിക ഭരണത്തിന് സ്വാധീനം കുറഞ്ഞു വരികയും അതിനെ നാം അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ 8-ാം വാക്യത്തിൽ പറയുന്നത് നടക്കുന്നുണ്ട്. അങ്ങനെ തന്നെ സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദൂഷിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകള് സഭയിൽ നുഴഞ്ഞു വന്നിരിക്കുകയാണ്. അവരെ വളരെ സൂക്ഷിക്കണം. നമ്മൾ അതിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ല. അവരെ നമ്മൾ സൂക്ഷിക്കണമെന്ന് ദൈവവചനം വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കുകയാണ്. അതിൻ്റെ എന്താണ്? കർത്തൃത്വത്തെ തുച്ഛീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ദൈവത്വത്തെ നമ്മൾ അംഗീകരിക്കാതിരിക്കുക. മഹിമകളെ ദൂഷിക്കുക. സഭയിലെ മഹിമകളെ ദൂഷിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ആദ്യം മനസ്സിലാക്കുന്നത് എന്തുവാ? നിങ്ങൾ മനസ്സിലാക്കിയ എന്തുവാ? മഹിമകളെ ദൂഷിക്കുക. സഭയിലെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരുണ്ട്, അല്ലയോ? ദൈവം ആക്കി വെച്ച സഭാപരിപാലകന്മാരുണ്ട്. അവരെ എന്ത് ചെയ്യുന്നു? ചോദ്യം ചെയ്യുന്നു. അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല. മഹിമകളെ ദൂഷിക്കുക. ദൈവദത്തമായ അധികാരവും മാനവും ഓർക്കുണ്ട്. അവർ തെറ്റ് ചെയ്താൽ ചോദിക്കണം. തെറ്റ് ചെയ്യാത്തവരായിരിക്കണം.
അവര് ന്യായീകരിക്കുകയാണെങ്കിലും നമുക്കത് നമുക്ക് തെറ്റാന്ന് അവരോട് പറയാം, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം. പക്ഷേ ദൈവം ആക്കി വെച്ച ശുശ്രൂഷകന്മാരെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. ദൈവം ആക്കി വെച്ച നമുക്കറിയാം, നമുക്ക് ബോധ്യമുണ്ട്, സഭയിൽ വെച്ചും വെളിയിൽ വെച്ചായാലും പാടില്ലെന്നാ. ദൈവനാമം ഞാൻ പറയാം അതിന്റെ ഒരു മറുപടി എന്ന് പറഞ്ഞാല്, അവര് യഥാർത്ഥമായിട്ട് ദൈവമക്കളായി പല കാര്യങ്ങള് ദൈവവചനത്തിന് അനുസരണമായിട്ട് ജീവിക്കുന്നവരായിരിക്കണം. മൂപ്പന്മാരുടെ യോഗ്യതകളൊക്കെ പറയുന്നുണ്ട് തിമോഥെയോസിന്റെ ലേഖനത്തിലൊക്കെ. ദൈവ മഹിമകളെ ദുഷിക്കുമെന്ന് പറഞ്ഞാൽ അധികാര സ്ഥാനങ്ങളെ ദുഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആളുകളെ നമ്മൾ അനുസരിക്കാതിരിക്കുക. ഉദാഹരണം പറയാം, മോശയെ ദൈവം ആക്കി വെച്ചതാ, അല്ലയോ? മോശയെ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? ദുഷിച്ചു. നിനക്കാരാ? മോശയുടെ കാര്യത്തിൽ നമുക്കറിയാം, എക്സാമ്പിൾ പറയാം. മോശയെ ദൈവം ആക്കി വെച്ചതാണ്. മിരിയാം പോലും ചോദിച്ചെന്തോ, ഈ മോശ ആരാ ആക്കിയെന്നൊക്കെ ചോദിച്ച് വേണം ഉണ്ടാക്കി, അല്ലയോ? അതുപോലെ തന്നെ കോരഹ് ദാതാൻ അബീരാം, അവര് മോശയുടെ ആ നേതൃത്വത്തെ അംഗീകരിച്ചില്ല, ദൈവത്തെ അംഗീകരിച്ചില്ല. ഈ മോശയെ ആരോനൊക്കെ ആരെ അംഗീകരിച്ചെന്ന് അവർ ചോദിച്ചു. ദൈവം അവർക്ക് ശിക്ഷ കൊടുത്തു. അതുപോലെ അവരും ഈ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരും ആ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. ഇപ്പം മൂപ്പന്മാരെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇടയന്മാരെന്ന് പറഞ്ഞു, സുവിശേഷന്മാരെന്ന് പറഞ്ഞു. ഈ തിമോഥെയോസിന്റെ ലേഖനത്തിലെല്ലാം അവരുടെ യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ട്. ആ യോഗ്യതയുള്ളവരായിരിക്കണം സഭയിലെ മൂപ്പന്മാര്, അല്ലാത്തവരാകാൻ പാടില്ല. അങ്ങനെയുള്ള അല്ലാത്തവരെ നമുക്ക് ചോദ്യം ചെയ്യാം. അങ്ങനെ ദൈവം ആക്കി വെച്ച കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാരെ, ദൂതന്മാരെ നമ്മള് ദുഷിക്കാൻ പാടില്ല, മഹിമകളെ ദുഷിക്കാൻ പാടില്ല. ഒരു ഉദാഹരണം ഇതിന്റെ പുതിയ നിയമത്തിൽ നിന്ന് തന്നെ കാണാം. 3 യോഹന്നാൻ 9-10 വാക്യങ്ങൾ വായിച്ച്. 3 യോഹന്നാൻ 9-10. ദൈവപിത്രോസ് എന്ന് പറഞ്ഞ ഒരാള് യോഹന്നാൻ അപ്പോസ്തലനെയും ആരെയും കൂട്ടാക്കുന്നില്ല. അവനെന്തോ സഭയെ നേതൃത്വത്തെ അംഗീകരിക്കാത്തവനാണ്. അവന് ഒരു ശിക്ഷ കൊടുക്കുന്നുണ്ട് ദൈവം. മനസ്സിലായല്ലോ? അതവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായത്? മനസ്സിലായി? ഒന്നുകൂടെ വായിക്കാൻ വേണേ അത്. പ്രധാനിയാകുവാൻ ആഗ്രഹിച്ച ദൈവത്രോഫോസ് ഓർമ്മ വരും. നോക്കുക, അന്നേരം ദൈവത്തിന്റെ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹിമയെ തുച്ഛീകരിക്കുന്ന ദൈവമാണ് അവരെ ആക്കി വെച്ചിരിക്കുന്നത്. ആ ചിന്ത നമുക്കുണ്ടായിരിക്കണം. അവരെ ആക്കി വെച്ചിരിക്കുന്ന ആളുകളെ നമ്മൾ അങ്ങനെ അവരുടെ വാക്കുകൾ അല്ലെങ്കിൽ അവരെ നമ്മൾ ധിക്കരിക്കുവാനോ അവർക്കെതിരായിട്ട് പ്രവർത്തിക്കുവാനോ പാടില്ല. ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതിന് തുല്യമായി തീരും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യവസ്ഥയുണ്ട്. അവരങ്ങനെയുള്ളവരായിരിക്കണം. യഥാർത്ഥമായി ദൈവവചനം അനുസരിക്കുന്നവരും ഈ സുവിശേഷന്മാർ സാക്ഷ്യമുള്ളവരും ആയിരിക്കണം. ഒത്തിരി സാക്ഷ്യങ്ങൾ, ഒത്തിരി ക്വാളിറ്റീസ് അവിടെ പറയുന്നുണ്ട്, തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ആ നിലയിലുള്ളവരായിരിക്കണം. അതുകൊണ്ട് ആ 3 കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ 9-ാം വാക്യത്തില്, 8-ാം വാക്യം വായിച്ചു, 9-ാം വാക്യത്തിൽ പറയുന്ന ഈ സംഭവം നേരത്തെ ഞാൻ പറഞ്ഞു. 2 കാര്യങ്ങള് യൂദായുടെ ലേഖനത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതിലൊരു കാര്യമാണിത്. ഏതാ? മീഖായേലിന്റെ കാര്യം. എന്തുവാണ്? മോശയുടെ ശരീരത്തെ കുറിച്ച് തർക്കിക്കുന്ന കാര്യം, പിശാചുമായിട്ട് മീഖായേൽ തർക്കിക്കുന്ന കാര്യം ഈ യൂദായുടെ പുസ്തകത്തിൽ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ആരാണ് മീഖായേൽ? പ്രധാന ദൂതനാണ്. മീഖായേൽ എന്ന വാക്കിന്റെ അർത്ഥം ശക്തനായ ദൈവത്തെ പോലെ ആരുള്ളൂ എന്നാണ്. ശക്തനായ ദൈവത്തെ പോലെ ആരുള്ളൂ. അത്രമാത്രം ദൈവത്തിന്റെ അത്രയും ശക്തിയില്ല, എന്നാൽ ശക്തനായ ദൈവത്തെ പോലെ ആരുള്ളൂ എന്ന് പേരിന് അർത്ഥം വരുന്ന ഒരു ആളായിരുന്നു മിഖായേലിനെ കുറിച്ച് പ്രധാന ദൂതൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൂതന്മാർ ധാരാളമുണ്ട്, അനേക ആയിരങ്ങളുണ്ട്. ഗബ്രിയേലും മിഖായേലും ഉണ്ട്, എന്നാൽ മിഖായേലാണ് പ്രധാന ദൂതൻ. അവിടെ മിഖായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 1 തെസ്സലോനിക്കർ 4:16. 1 തെസ്സലോനിക്കർ 4:16 വായിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ 2ാം വരവെങ്കിൽ പ്രധാന ദൂതന്റെ ശബ്ദം എന്ന് പറയുന്നത് ആരുടെ ശബ്ദമാണ്? മിഖായേലിന്റെ ശബ്ദമാണ്. അന്നേരം വളരെ സ്ഥാനമുണ്ട് മിഖായേൽ എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ദാനിയേലിന്റെ പ്രവചനത്തിൽ മിഖായേലിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗബ്രിയേലും ഒരു പ്രധാന ദൂതനാണ്. പക്ഷെ ഗബ്രിയേലിന്റെ ജോലി എന്തുവാ? ദൂതറിയിക്കുക. എവിടാ? ലൂക്കോസ് വിഷയം എവിടാ ദൂത് അറിയിച്ചു? എവിടാ? മറിയയുടെ അടുത്ത് ദൂത് അറിയിച്ചു. പിന്നെ വേറെ ജോസഫിന്റെ അടുത്ത് ദൂത് അറിയിച്ചു. പിന്നെ എന്തുവാ? കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് എന്താ പറഞ്ഞേ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, അല്ലയോ? ദൂത് അറിയിച്ചില്ലയോ? ഗബ്രിയേൽ ദൂതൻ. അങ്ങനെ
ലൂക്കോസിന്റെ വിഷയം 1:19-26. ലൂക്കോസ് 1:19-26 ഇവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ദൂതന്മാരുടെ എണ്ണം ഒന്നും സംഖ്യാതീതമാണ്, അവരുടെ എണ്ണം വലുതാണ്, എത്രയാണെന്നൊന്നും പറയാനൊക്കത്തില്ല, അത്രമാത്രം ദൂതന്മാരുണ്ട്. എന്നാൽ അതിൽ പ്രധാന ദൂതനാണ് മിഖായേൽ. ഇനി ഈ മിഖായേലിലൂടെ ചെയ്ത കാര്യമാണ് നമുക്ക് ഓർക്കുവാനുള്ളത്, പഠിക്കാനുള്ളത്. ഞാൻ പറഞ്ഞു, ഗബ്രിയേൽ മിഖായേൽ ദൂതൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിങ്കൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരാളാണ് എന്ന് വ്യക്തമായിട്ട് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. ഇവിടെ മോശയെ അടക്കിയ ആരാണ് നമ്മൾ പഠിച്ചു? ദൈവമല്ലേ മോശയെ അടക്കി? എന്തുകൊണ്ടാണ് ദൈവം മോശയെ അടക്കാൻ തീരുമാനിച്ചത്? ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ അത് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മോശ എല്ലാവർക്കും വലിയ ഒരാളായിരുന്നു. വലിയൊരു പുരുഷനായിരുന്നു മോശ. യഹൂദന്മാരും ക്രിസ്ത്യാനികളും അറബികൾ പോലും വലിയ ആളായിട്ട് കാണുന്ന ഒരാളായിരിക്കും. അറബികളും ഒരു അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാൽ അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് അല്ലെങ്കിൽ ഈ മോശയെ അങ്ങനെ അടക്കിയിരുന്നുവെങ്കിൽ ഒരു വലിയൊരു പള്ളിയോ വലിയൊരു സ്ഥാപനം അല്ലെങ്കിൽ വലിയൊരു പള്ളി അവിടെ വരുവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. വലിയൊരു സ്മാരകം അവിടെ വരാനുള്ള സാധ്യത അത് ദൈവം ഒഴിവാക്കി. അത് ദൈവം ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് ദൈവം തന്നെയാണ് മോശയെ അടക്കിയതെന്ന് ദൈവവചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നത്. ആവർത്തനം 34:6. ആവർത്തനം 34:6 വായിക്കാം. ബേത്പേറിനകരികെയുള്ള അടക്കി, മോശയെ അടക്കി. അറിയുന്നില്ല. ഇന്ന് വരെയും അവന്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. ദൈവം അത് വെളിപ്പെടുത്തിയിട്ടില്ല. ദൈവം അത് എല്ലാവർക്കും മറച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ ആ സ്ഥാനത്ത് മോശ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പിശാചുമായിട്ടുള്ള തർക്കം ഉണ്ടായി. എന്തുകൊണ്ടാണ് പിശാചുമായിട്ട് മോശ തർക്കിച്ചത്? അത് പല രീതിയിൽ പറയുന്നുണ്ട്. ഒന്ന് അടക്കം കഴിഞ്ഞാന്ന് പറയുന്നുണ്ട്, അടക്കത്തിന് മുമ്പാണെന്ന് പറയുന്നുണ്ട്. വ്യക്തമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ ഒക്കത്തില്ല. അടക്കം കഴിഞ്ഞാന്നും പറയുന്നുണ്ട്, അടക്കത്തിന് മുമ്പാണെന്നും പറയുന്നുണ്ട്. എന്നാൽ എപ്പോഴാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇവിടെ നമ്മൾ ഇത് മാത്രം ചിന്തിച്ചാൽ മതി. മരണമെന്ന് പറയുന്ന അല്ലെങ്കിൽ ശരീരം മരണത്തിന്റെ പ്രതീകമാണ്. അങ്ങനെ മരണത്തിന്മേലുള്ള അധികാരം ആർക്കാ ഉള്ളത്? പിശാചിനാണ്. മരണത്തിന്റെ അധികാരിയായ പിശാച് നമ്മൾ വായിക്കുന്നില്ലയോ? എബ്രാഹിന് 14 അത് വായിക്കും. പക്ഷെ പിശാചിന്റെ ഇന്നും ലോകത്തിന്റെ അധിപതി ആരാണ്? പിശാചാണ്. ഇന്നും ലോകത്തിന്റെ അധിപതി പിശാചാണ്. എന്നാൽ മരണത്തിന്മേൽ അധികാരം അവനെ കാൽവറി ക്രൂശിൽ കർത്താവ് അവന്റെ തല തകർത്തു എന്ന് നമുക്ക് വായിക്കുന്നുണ്ട്. എന്നാൽ അന്ന് ഇവിടെ മരണത്തിന്റെ അധികാരി പിശാചായിരുന്നു. അതുകൊണ്ട് ആ വ്യവസ്ഥയിൽ അവന് അധികാരം ഉണ്ടെന്നുള്ള വ്യവസ്ഥയിലാണ്, അല്ലെ അധികാരത്തോടു കൂടിയാണ് അവൻ ശരീരത്തിന് വേണ്ടി തർക്കിച്ചതെന്നാണ് ഒരഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ ഒക്കത്തില്ല. അതിനെക്കുറിച്ചും പല അഭിപ്രായങ്ങളുണ്ട്. മോശ ഒരു കൊലപാതകനായിരുന്നു എന്നവർ. ആരെ കൊന്നു മോശ? ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്നു. അത് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ 2 അഭിപ്രായമുണ്ട്. മോശ യഥാർത്ഥ ഒരു ദൈവമകനാകുന്നതിന് മുമ്പ് അടിച്ചു കൊന്നെന്നാണ് പറയുന്നത്, അല്ലയോ? എവിടെ ആയിരുന്നപ്പോഴാ? ഫറവോന്റെ കൊട്ടാരത്തിൽ 40 വയസ്സിനകത്ത് നടന്ന കാര്യമാണ്, അല്ലയോ? അതിനുശേഷം അതിന് മുമ്പാണ് നടന്നതെന്നും, എന്നാൽ അതുകൊണ്ടും കൂടെ ആണ് മോശയുടെ ശരീരത്തിന് വേണ്ടി പിശാച് തർക്കിച്ചതെന്നാണ് നമുക്ക് പറയുന്നത്. അത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. ആ 2 കാര്യങ്ങളും അങ്ങനെ നിൽക്കട്ടെ, സസ്പെൻസ് തന്നെ നിൽക്കട്ടെ. അതായത് ഇവിടെ മീഖായേല് എന്ത് ചെയ്തത്? ഈ പിശാചിനോട് ആ വാക്യം ഒന്ന് വായിച്ച്, 9-ാം വാക്യം ഒന്നുകൂടെ വായിച്ച്. യൂദാ 9. ഒരു ദൂഷണവിധിയും ഉച്ചരിക്കാതെ. എന്തോ അതിന്റെ അർത്ഥം? ഒരു ദൂഷണവിധിയും ഉച്ചരിക്കാതെ സാത്താൻ വളരെയധികം ഈ മീഖായേലിനോട് തർക്കിക്കുക. ഒരു ദൂഷണവിധിയും ഉച്ചരിച്ചില്ല. മീഖായേലിന് എന്തെല്ലാം വേണമെങ്കിലും പറയാമായിരുന്നു, ഇല്ലയോ? മീഖായേലിന് എന്തെല്ലാം വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും പറയാം, മാനദിക്കിടാന്നോ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ അതൊന്നും ഉച്ചരിക്കാതെ എന്ത് ചെയ്തു? എങ്ങനെയാ വാക്യം? ആ വാക്കൊന്നുകൂടെ വായിച്ചു. എങ്ങനെ? കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. നോക്കുക, എത്രയോ ഒരു മാതൃകയാക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ജീവിതമായിട്ടൊന്ന് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മളത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ വാക്കുകൾ വളരെ കൃപയോടുകൂടി ഉപ്പിനാൽ രുചിയെടുത്ത് നമ്മളാണ് എന്ത് ചെയ്തത്? നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മോട് തർക്കിക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? 1 പറഞ്ഞാൽ 2 പറയും, 2 പറഞ്ഞാൽ 4 പറയും. അങ്ങനെ അവസ്ഥ നമ്മുടെ.
നമ്മുടെ അവസ്ഥ അതാ. എന്നാൽ ഈ മിഖായേൽ എന്ന് പറഞ്ഞ വലിയ മനുഷ്യൻ എന്ത് ചെയ്തു? വലിയ ദൂതൻ, വലിയ മനുഷ്യനല്ല, ദൂതൻ എന്ത് ചെയ്തു? കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മുടെ വാക്കുകൾ വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, നമ്മൾ പരസ്യമായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് കിട്ടിയാലോ ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല, പഴയ ആളുകൾക്ക് ഓർമ്മ കാണും. ഒരു വാക്ക് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ അധികാരസ്ഥാനം നഷ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു നമ്മുടെ ഇടയിൽ. ആരായിരുന്നു? ആർക്ക് പറയാം? മന്ത്രിസ്ഥാനം ആരാ? ജെയിംസ് ബാലാഷുള്ള. എന്ത് പറഞ്ഞു? നമ്മുടെ മന്ത്രിയായിരുന്നു. എന്ത് പറഞ്ഞു? പഞ്ചാബ് മോഡൽ. ഒറ്റ വാക്കേ പറഞ്ഞു, പഞ്ചാബ് മോഡൽ. എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാം സംഭവം? പഴയ ആളുകൾക്ക് അറിയാം. അത് സംഭവം എന്ന് പറഞ്ഞാൽ പഞ്ചാബിൽ വലിയൊരു പ്രശ്നം നടക്കുന്ന ഒരു സമയമാണ്. അവർക്ക് സ്വയംഭരണാധികാരം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടും അവരുടെ സുവർണ്ണ ക്ഷേത്രത്തിൽ കയറി ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്ന ആ സമയത്തൊക്കെയാണ്. അങ്ങനെ അവർക്ക് അധികാരങ്ങളൊക്കെ ഗവൺമെന്റ് കുറേയൊക്കെ അനുവാദം കൊടുത്തു. അപ്പം നമ്മുടെ കേരളത്തിന് കൂടുതൽ അധികാരം കിട്ടണമെങ്കിൽ ഞങ്ങൾ പഞ്ചാബ് മോഡൽ സമരം ചെയ്യണമെന്ന് അദ്ദേഹം ചോദിച്ചുള്ളൂ. കേരളത്തിന് വേണ്ടി അദ്ദേഹം സംസാരിച്ചു. റെയിൽവേ കോച്ചും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തരുന്നില്ല, കേന്ദ്രം തരുന്നില്ല. അതിനുവേണ്ടി അദ്ദേഹം ഒറ്റ കാര്യം, പഞ്ചാബ് മോഡൽ സമരം ഞങ്ങൾ ചെയ്യേണ്ടി വരുമോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. ആരാണ്ട് കോടതി പോയി മന്ത്രിസ്ഥാനം പിറ്റേ ദിവസം രാജിവെക്കുന്നു. ഒരു വാക്ക്. അപ്പൊ നമ്മുടെ വാക്കുകൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്, എന്തുവാ? പറഞ്ഞ വാക്കും എറിഞ്ഞ കൊള്ളിയും തിരിച്ചെടുക്കാൻ ഒക്കുമോ? ഒരു കല്ല് വെച്ച് നമ്മളൊരു മാവിനെ എറിഞ്ഞാൽ കല്ല് തിരിച്ചെടുക്കാൻ ഒക്കുമോ? ഒക്കത്തില്ല. അതുപോലെയാണ് നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ സൂക്ഷിക്കണം. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ എതിരാളികളോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവരോട്, സഹോദരന്മാരോട് സംസാരിക്കുമ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വളരെ സൂക്ഷിക്കണം. ആകാത്തതൊന്നും നമ്മുടെ വായിൽ വരുവാനായിട്ട് പാടില്ല, തിരിച്ചെടുക്കാനായിട്ട് സാധ്യമല്ല. ക്ഷമയൊന്നും ചോദിച്ചു നേരത്തൊന്നും കാര്യമില്ല കേട്ടോ. ഇല്ല, ക്ഷമയൊക്കെ ചോദിക്കും. ഒരുത്തന്നെ അടി കൊടുത്തിട്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഒന്നുമില്ല. നമ്മുടെ വാക്കുകൾ വളരെ സൂക്ഷിക്കണമെന്നുള്ളതാണ് ദൈവം പറഞ്ഞത്. എഫേസ്യ ലേഖനം 4:29 ഒന്ന് വായിച്ച്. എഫേസ്യർ 4:29. ആകാത്തൊന്നും നിങ്ങളുടെ വായിൽ നിന്ന്. ഈ ദൂതൻ അതിന് വലിയൊരു മാതൃകയാണ് നമുക്ക്. ദൂതൻ എന്ത് വേണമെങ്കിലും പറയാം, അവനെ ആട്ടിക്കളയാം, അവനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അവനെന്തോ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ. നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ സൂക്ഷിക്കുകയും നമ്മൾ ആകാത്ത കാര്യങ്ങളൊന്നും പറയുവാൻ നമ്മുടെ വായിൽ നിന്ന് ഇടയായിത്തീരുന്നു. ഒരു ചെറിയ ആളിനെ പോലും നമ്മൾ തുച്ഛീകരിക്കരുത്. ആകാത്ത ഒന്നും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. കർത്താവ് തന്നെ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 10-ാം വാക്യം. മത്തായി 18:10. മത്തായി 18:10. ഒരു ചെറിയ മനുഷ്യനെ നമ്മൾ നിസ്സാരനായെന്ന് വിളിക്കുകയും അല്ലെങ്കിൽ നിസ്സാരാന്ന് വിളിക്കുകയും അവനോട് മോശമായി നമ്മൾ പെരുമാറുകയും ചെയ്താൽ അത് ആര് കാണുന്നുണ്ട്? കർത്താവ് കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. നമ്മൾ പകരം ചെയ്യാൻ പോകരുത്. നമ്മൾ പകരം ചെയ്യാൻ പോയാൽ കർത്താവ് മിണ്ടാതിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഒരാളിനോട് പകരം ചെയ്യാൻ പോയാൽ അല്ലെങ്കിൽ പ്രതികാരം ചെയ്യാൻ പോയാൽ കർത്താവ് എന്ത് ചെയ്യും? മൗനമായിരിക്കും. കർത്താവ് നീ ചെയ്തോളാൻ പറയും. കർത്താവ് ഒന്നും മിണ്ടത്തില്ല. അതുകൊണ്ട് ആ നിലയിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാനിടയായിട്ടുണ്ട്. മിഖായേൽ നമുക്കൊരു വലിയ മാതൃകയാണ്. മിഖായേലിന്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇനി 10-ാം വാക്യം വായിച്ച്. ഇവിടെ 10-ാം വാക്യത്തില് ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു, ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയിലൊക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. രണ്ട് കാര്യങ്ങൾ, രണ്ട് തെറ്റുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. രണ്ട് തെറ്റുകൾ എന്തൊക്കെയാണെന്ന്? ദുഷിക്കുന്നു, മറ്റേ അഹങ്കാരം, അറിയാത്ത കാര്യങ്ങളെ കുറ്റം വിധിക്കുന്നു. രണ്ട് ദുഷ്ടത, അറിയുന്ന കാര്യങ്ങളെ നിന്ദിക്കുന്നു. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒന്ന്, അറിയാത്ത കാര്യങ്ങളെ കുറ്റം വിധിക്കുന്നു, ദുഷിക്കുന്നു, അഹങ്കരിക്കുന്നു, എന്ത് ചെയ്യാനും മടിയില്ലാത്തവരായി തീർന്നിരിക്കുന്നു. അതുപോലെ ദുഷ്ടത, അറിയുന്ന കാര്യങ്ങളെ നിന്ദിക്കുന്നു, നിന്നേട്ടോ ഓട്ടൊന്നു ചെയ്തുള്ള രീതി ചെയ്യുന്നു. അതുകൊണ്ട് ഇവർ മറ്റുള്ളവരെ ദുഷിക്കുന്നത് കൊണ്ട് തങ്ങൾക്കോ മറ്റുള്ളവർക്കോ എന്ത് നന്മയാണ് ഉണ്ടാകുന്നത് ഇവർ അറിയുന്നില്ല.
ഇങ്ങനെ അറിയാതെ ചെയ്യുകയാണ്. അതുകൊണ്ട് വിശുദ്ധന്മാർ തങ്ങൾ അറിയാത്തതിനെ ദുഷിക്കുന്നവരോ ആരെ കൊണ്ടും ദൂഷണം പറയുന്നവരും ആയിരിക്കരുത്. ദൈവമക്കളായ നമ്മൾ ചെയ്യേണ്ട കാര്യം അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ദുഷിക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ആരെക്കുറിച്ചും ദൂഷണം പറയുവാനായിട്ട് പാടില്ല. എഫേസ്യർ 4:31 വായിക്കാം. എഫേസ്യർ 4:31. ഒഴിഞ്ഞു പോകണം. ഇതെല്ലാം കുറ്റാരോപണം, അവർ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ നാവിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി അങ്ങനെ ആയിരിക്കുവാനായിട്ട് പാടില്ല എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഉപമിച്ചിരിക്കുന്ന ആരോടാ? മനുഷ്യനെ ഉപമിച്ചിരിക്കുന്ന ആരോടാ? നമ്മൾ 9-ാം വാക്യത്തിൽ വായിച്ചേ. ആരോടാ ഉപമിച്ചിരിക്കുക? 10-ാം വാക്യത്തിൽ മൃഗങ്ങളോട്. നോക്കുക, മനുഷ്യനെ ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ ഉപമിച്ചിരിക്കുന്ന ആരോടാ? മൃഗങ്ങളോട് ഉപമിച്ചിരിക്കുകയാണ്. നോക്കുക, എത്രയോ ദുഃഖകരമായ കാര്യമാണ്, എത്രയോ അധപ്പതിച്ച കാര്യമാണ്. മൃഗങ്ങൾക്ക് യാതൊരു വിവരവുമില്ല, ബുദ്ധിയില്ല, അവർക്കൊന്നും അറിയാൻ വയ്യ. ആ നിലയിൽ മൃഗങ്ങളെ പോലെ നമ്മൾ ആയിത്തീരുവാൻ ഇടയായിത്തീരും. മൃഗങ്ങളോട് ഉപമിച്ചിരിക്കുകയാണ്. ബുദ്ധിയില്ലാത്ത മൃഗങ്ങള്, ബുദ്ധിയില്ല, നമ്മൾ എങ്ങോട്ട് അടിക്കുന്നു അങ്ങോട്ട് പോകും. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് മൃഗങ്ങളെ പോലെ അധപ്പതിക്കുവാനായിട്ട് പാടില്ല. ദൈവമക്കളായ നമ്മള് മൃഗങ്ങളെ പോലെ ആയിത്തീരുവാനാണ്. എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല, ദുഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മൃഗങ്ങൾക്ക് തുല്യരാണ്. അതുകൊണ്ട് മൃഗങ്ങളെ പോലെ ഒരിക്കലും ആയിത്തീരുവാനായിട്ട് പാടില്ല. ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. 11-ാം വാക്യം. അവർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം കണ്ടുകൊണ്ട് യൂദ ലേഖകൻ പറയുകയാണ്. എന്ത് പറയുന്നേ? അവർക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തം അല്ലെങ്കിൽ ഒരു മോശമായ അവസ്ഥ അവർക്ക് ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് പറയാണ്. ആരുടെ കൂട്ടുണ്ടാവുന്ന? കയീന്റെ വഴി. നോക്കുക, ഇവിടെ സത്യവിശ്വാസികളെ അവരുടെ ദുഷിച്ച സ്വാധീനത്തിൽ നിന്നും വിടുവിക്കുകയാണ് ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. സത്യവിശ്വാസികൾ ആ തെറ്റുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരെ വിടുവിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഉദാഹരണം കയീന്റെ കാര്യമാണ് പറഞ്ഞത്. കയീന്റെ അവസ്ഥ എത്രയോ ദുഃഖകരമായ അവസ്ഥയാണ്. കയീന്റെ അവസ്ഥ അവിടെ 10-ാം വാക്യത്തിൽ 11-ാം വാക്യത്തിൽ അവർ കയീന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരകിന്റെ മത്സരത്തിൽ നശിക്കുകയും. അപ്പൊ ഇങ്ങനെയുള്ളവരെ കുറിച്ച് ഇവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്, ത്രയങ്ങളാണ് പറയുന്നത്. ഏതാ? കയീന്റെ വഴി, പിന്നെ ബിലയാമിന്റെ വഞ്ചന, കോരകിന്റെ മത്സരം. മനസ്സിലായല്ലോ? ബിലയാമിന്റെ ആ പ്രവൃത്തിയും കോരകിന്റെ വഴിയും അതുപോലെ തന്നെ കയീന്റെ വഴിയിലും നമ്മൾ ആരും നടക്കുവാനായിട്ട് പാടില്ല. ഓരോ ദൈവപൈതലിനെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നവൾ അതാണ്. കയീന്റെ വഴി നടക്കാൻ പാടില്ല. എന്താണ് കയീന്റെ വഴി? വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? അറിയാമല്ലോ, കയീന്റെ വഴി അറിയാമല്ലോ. കയീന്റെ വഴി അറിയാം. പിശാചിന്റെ സാന്നിധ്യമുള്ള വഴിയാണത്. സ്വന്തം സഹോദരനെ കൊല്ലുവാൻ അവൻ മടിച്ചില്ല. സ്വന്തം സഹോദരനെ കൊല്ലുവാൻ മടിക്കാത്ത ആ കയീന്റെ വഴിയിൽ നമ്മൾ നടക്കുവാനായിട്ട് പാടില്ല. സ്വന്തം സഹോദരനെ കൊല്ലുന്ന അവസ്ഥ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. കയീന്റെ വഴി വളരെ മോശമായ വഴിയാണ്. ഇന്നും സഭകളിൽ നടക്കുന്നു. കയീന്റെ വഴി സഹോദരനെ കൊല്ലുന്ന, അക്ഷരപ്രകാരം കൊല്ലുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട് കൊല്ലുന്നു? വാക്കുകളുകൊണ്ട് കൊല്ലുന്നു. വാക്കുകളെ കൊണ്ട് കൊല്ലുന്ന അവസ്ഥയുണ്ട്. കയീന്റെ വഴിയിൽ നടക്കുന്നവർ ഇന്നുമുണ്ട്, സഭയിലുണ്ടെന്ന് വ്യക്തമായിട്ട് പല സഭകളുടെയും ചരിത്രം നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. സഹോദരന്മാരുടെ നന്മയായിരിക്കണം നമ്മുടെ ആഗ്രഹം. അവരെ ഉൾക്കൊള്ളുവാനുള്ള വഴി നമുക്കുണ്ടായിരിക്കണം. കയീന്റെ വഴി കോപത്തിന്റെ വഴിയാണ്. കയീൻ എന്തുകൊണ്ടാണ് ചെയ്തത്? കോപിച്ചു, സഹോദരനോട് കോപിച്ചു, ദൈവത്തോട് കോപിച്ചു, സഹോദരനോട് കോപിച്ചു. അങ്ങനെ വളരെ ദുഃഖകരമായ അവസ്ഥയുണ്ടായി. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. അവിടെ പറയുന്നത് എന്താണ് പറയുന്നത്? ശരീരം ഒന്നുകൂടെ വായിക്കണേ. അത് സ്നേഹത്തിന്റെ വഴി, കോപത്തിന്റെ വഴിയല്ല, സ്നേഹത്തിന്റെ വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ അത് വരുവാനായിട്ട് പാടില്ല.
കയ്യിന്റെ വഴി നമ്മൾ ചിന്തിക്കുവാനായിട്ട് പാടില്ല. സ്വന്തം സഹോദരങ്ങളെ ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്നവരെ കുറ്റം പറയുവാനോ അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് പ്രവർത്തിക്കുവാനോ നമ്മുടെ ജീവിതത്തിൽ ഇടയാകരുത്. ഇത് അക്ഷരപ്രകാരം ലോകത്തിൽ സഹോദരനെ കൊന്നു, എന്നാൽ അതിനേക്കാൾ വലിയ കാര്യമാണ് സഭകളിൽ നിന്ന് നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം അങ്ങനെ ക്രമീകരിക്കുക. രണ്ട്, ബിലയാമിന്റെ വഴി. എന്താണ് ബിലയാമിന്റെ വഴി? ഇന്നലെ പഠിച്ചത്. എന്ത് ബിലയാമിന്റെ വഴി? ബിലയാം ഒരു നല്ല പ്രവാചകനാ, കാര്യമൊക്കെ ശരിയാ. എന്തുവാ? ദ്രവ്യാഗ്രഹം. ബിലയാം ആദ്യം പറഞ്ഞെന്തോ? അവരെ ശപിക്കാനായിട്ട് എന്നെ കൊണ്ട് ദൈവം അനുഗ്രഹിച്ച ജാതിയാണ് ഇസ്രായേൽ, അവരെ ശപിക്കാൻ എന്നെ കൊണ്ടൊക്കുമോ? ഇല്ല. എന്നാൽ ദ്രവ്യം കൂടുതൽ കിട്ടുമെന്ന് കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കളെ ശപിക്കുവാനായിട്ട് തീരുമാനിച്ചു. അവന്റെ അന്ത്യം എന്തായിരുന്നു? വാളിനാൽ അവൻ കൊല്ലപ്പെട്ടു. അവനെങ്ങനെ? സംഖ്യാപുസ്തകം 25 സംഖ്യാപുസ്തകം 31:8 വായിച്ച്. അത് ഒത്തിരി വാക്യങ്ങൾ വായിക്കാനുണ്ട്, അതെല്ലാം വായിക്കുന്നില്ല, നോട്ടിൽ അതെല്ലാം ഉണ്ട്. സംഖ്യാപുസ്തകം 31:8 പെട്ടെന്ന്. ഏദോമ്യര് ബിലയാമിന്റെ മകനായ ബെയോറിന്റെ മകനായ ബിലയാമിനെ വാളുകൊണ്ട് കൊന്നു. വളരെ ദുഃഖകരമായ അവസ്ഥ. ഇന്നലെ പറഞ്ഞുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അവനും ആ അവസ്ഥ ഉണ്ടായി. ഒരു ഭക്തന്റെ മരണം നമ്മൾ 1 തിമോഥെയോസ് 6:10 വായിക്കണ്ട. 1 തിമോഥെയോസ് 6:10 വായിക്കുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ, കാരണമല്ലോ. മനസ്സിലായല്ലോ? അത് ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ മനസ്സിലുണ്ടായിരിക്കണം. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പണം വേണം, കാര്യം ശരിയാണ്. പക്ഷേ അനാവശ്യമായി പണം ഉണ്ടാക്കാനോ ദ്രവ്യാഗ്രഹത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാനോ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരുന്നത്. മൂന്നാമത്തെ ആള് കോരഹ്. മൂന്നാമത്തെ ആൾ ആരാണ്? കോരഹ്. കോരഹിന് എന്ത് പറ്റിയ? മത്സരിച്ചു. ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ചു. എന്തോ കോരഹിന് പറ്റിയ? ആരോട് മത്സരിച്ചു? ദൈവത്തോടും മോശയോടും അഹരോനോടും മത്സരിച്ചു. ഈ മോശയ്ക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാവോ? അഹരോന് മാത്രമേ ധൂപം കാട്ടാവോ? ഇതെല്ലാം പറഞ്ഞുകൊണ്ട് മോശയ്ക്കും അഹരോനും ദൈവത്തിനും വിരോധമായി സംസാരിച്ചതിന്റെ ഫലമായി എന്ത് ചെയ്തു? കോരഹിനെയും അവന്റെ സഹോദരങ്ങളെയും അവനോട് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഭൂമി വായു വളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. ഭൂമി വായു വളർന്നു. ഇത്ര ദുഃഖകരമായ കാര്യമാണെന്ന് നോക്കണം. ഭൂമി വായു വളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. എന്നാൽ കോരഹിന്റെ പുത്രന്മാരിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അവരെന്ത് ചെയ്തു? ഓടി രക്ഷപ്പെട്ടു. അവര് പാടിയ സങ്കീർത്തനമാണ് അത്ര 84-ാം സങ്കീർത്തനം. അവരെ ദൈവം രക്ഷിച്ചു. അവിടെ നിന്ന് അവര് ദൈവസേനയിൽ പാടിയ സങ്കീർത്തനമാണ് 42, 44 മുതൽ 49 വരെ, 84, 87, 88. നോട്ടിൽ അതെല്ലാം ഉണ്ട്, അതെല്ലാം പറയുന്നത്. അതുകൊണ്ട് അനേക സങ്കീർത്തനങ്ങൾ അവർ ദൈവത്തിന്റെ ഉപകാരമായിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടുകയാണ്. അതുകൊണ്ട് കോരഹിന്റെ വഴി നമ്മൾ ആരും തിരഞ്ഞെടുക്കുവാനായിട്ട് പാടില്ല. നമുക്ക് മുന്നറിയിപ്പായിട്ട് അവരൊക്കെ ആയിരിക്കുകയാണ്. ഇനി അടുത്ത അതിന്റെ 12-ാം വാക്യം. മതി വായിക്കും. 12-ാം വാക്യത്തിൽ പറയുന്നത്, ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? എന്തുവാ? 6 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്നേഹസത്യകളിൽ ഭൗമികമായ നിലയിൽ ചിന്തിക്കാം. നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് ഒരു കല്ല് നമ്മൾ കടിച്ചാൽ എന്ത് ചെയ്യും? അയ്യോ, എത്ര പ്രയാസമാണ്, അല്ലയോ? വളരെ പ്രയാസമാണത്. അതാണ് സ്നേഹസത്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. വളരെ രുചികരമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു കല്ല് അനുഭവപ്പെട്ട, കല്ലിന്റെ അവസ്ഥ ഉണ്ടായാലത്ര. അങ്ങനെയുള്ളവരെയാണ് ഈ ഉപമിച്ചിരിക്കുന്ന, അങ്ങനെയുള്ളവരോടാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യണം? അവരെ നമ്മൾ വളരെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഇവിടെ പറയുന്നതാണ് എന്തൊക്കെയാ? സ്നേഹസത്യകൾ, പാറകൾ, വളരെ രുചി. അടുത്ത എന്തുവാ? നിങ്ങളോടുകൂടെ വിരുന്ന് കഴിച്ച് തങ്ങളെ തന്നെ തീറ്റുന്നവർ. മനസ്സിലായല്ലോ? സഭയുടെ ചിലവിൽ തിന്നു കുടിച്ച് ജീവിക്കുന്നവർ, അവരെ കുറിച്ചാണ് പറയുന്നത്. 12-ാം വാക്യത്തിൽ പറയുന്ന കാര്യങ്ങള്, മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോട് വിരുന്ന് കഴിച്ച് ഭയം കൂടാതെ നിങ്ങളോടുകൂടെ തീറ്റുന്നവർ, അതുപോലെ തന്നെ കാറ്റുകൊണ്ട് ഉലയുന്ന ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടിലും വേരറ്റും പോയ വൃക്ഷങ്ങൾ. നോക്കുക, ഇതിനോടെല്ലാം ഉപമിച്ചിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാ ഉപമിച്ചിരിക്കുന്നത്? ശ്രദ്ധിക്കണേ. കാറ്റുകൊണ്ട് ഓടുന്ന മേഘങ്ങൾ, ഇന്നലെ പറഞ്ഞത് അത്. മേഘങ്ങൾ ഓടും. കർഷകരല്ലെങ്കിൽ അത് നോക്കിയിരിക്കുന്നവരെന്തോ പ്രതീക്ഷിക്കുന്നത്? മഴയാ, അല്ലയോ? മഴയാ പ്രതീക്ഷിക്കും. പക്ഷെ മഴ കിട്ടുമോ?
മേഘം കാറ്റുകൊണ്ട് അടിച്ചങ്ങ് പോവുകയാണ്. നമ്മുടെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു പോയി. ഇങ്ങനെയുള്ളവരെ അതിനോട് ഉപയോഗിച്ചിരിക്കുകയാണ്. പിന്നെ മറ്റൊരു ഉപമ എന്തുവാ? വേറെ എന്തുവാ? മേഘങ്ങൾ ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും ഇരിക്കുന്ന വേരറ്റുപോയ വൃക്ഷങ്ങൾ. നോക്കുക, അതിനകത്ത് വലിയ നല്ലൊരു മരമായിരുന്നു, നല്ല ചെടിയായിരുന്നു, ഒരു ഫലവുമില്ല. നല്ല പ്രയോജനമുണ്ടോ? അതുമല്ല, വേറെ ഒരു പ്രയോജനമില്ല, വേരറ്റ് പോയിരിക്കുകയാണ്. അതിൻ്റെ തടിയും കൊള്ളത്തില്ല, ഒരു ഗുണവുമില്ല, അതിന്റെ ഫലവുമില്ല, തടിയും കൊള്ളത്തില്ല. അങ്ങനെയുള്ള അവസ്ഥയാണ് ഈ ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വേരറ്റുപോയ വൃക്ഷങ്ങൾ, തങ്ങളെ തന്നെ തങ്ങളുടെ നാണക്കേട് നുരച്ച് തള്ളുന്ന കൊടിയ കടൽത്തിരകൾ. കടൽത്തിര എന്തോ? കടൽത്തിരയ്ക്ക് ഇവരെ കുറിച്ച് വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, കടൽത്തിരയ്ക്ക് സമരം. എന്തോ കടൽത്തിര ഇങ്ങനെ അടിച്ചു വരും, ചെളിയും അതും എല്ലാം കൂടെ. ഏതെങ്കിലും വിശുദ്ധി ഉണ്ടോ അതിന്? ഏതെങ്കിലും ഒരു ശുദ്ധമായ അന്തരീക്ഷം, നല്ല വെള്ളമാണോ അത്? ഒരിക്കലുമല്ല, ചെളിവെള്ളമാണ്. അങ്ങനെയുള്ള അവസ്ഥയാണ് ഈ ദുരുപദേഷ്ടാക്കന്മാരും അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരും അവരുടെ കൂടെ കൂടുന്നവർക്കുള്ളതെന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. അതുപോലെ സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വരുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ. എന്തോ ഈ വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിക്കണേ, അരമണിക്കൂറുണ്ട്. വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മള് സൂര്യചന്ദ്രന്മാരെ നക്ഷത്രങ്ങളെ എല്ലാം ആരാ സൃഷ്ടിച്ചേ? ദൈവം സൃഷ്ടിച്ച് അതാതിന്റെ സ്ഥാനത്താക്കിയിരിക്കുക, അല്ലയോ? അതെല്ലാം അതിന്റെ ഭ്രമണപഥത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, അതെല്ലാം നമുക്കറിയാം. എന്നാൽ ചില സമയത്ത് ചില നക്ഷത്രങ്ങളെ നമ്മൾ കാണും, ഇങ്ങനെ ഇങ്ങനെ മിന്നുന്നോണം പോയി കണ്ടിട്ടില്ലയോ? അതുകൊണ്ട് യാതൊരു പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനം. അതിനെക്കുറിച്ചാണ് പറയുന്നത്. വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സകല നക്ഷത്രങ്ങളെ ദൈവം സൃഷ്ടിച്ചാക്കിയിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ ഒരു നക്ഷത്രം ഇങ്ങനെ മിന്നുന്നോണം പോകും, മിന്നുന്നോണം ഇങ്ങനെ നക്ഷത്രമാണ് പോകും. എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ നക്ഷത്രത്തെ കൊണ്ട്? ആർക്കും ഒരു പ്രയോജനമില്ല. അങ്ങനെയുള്ള നക്ഷത്രങ്ങളെ പോലെയാണ് ഈ ആളുകളെന്ന്. അവർക്ക് വേറെ ഒരു ലക്ഷ്യവുമില്ല. അവർക്കിങ്ങനെ എല്ലാവരും ഒന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നു, ആകാശത്ത് മിന്നുന്നു, പോകുന്നു. ഇത്രയുള്ള അവരെ കുറിച്ച് വേറെ യാതൊരു പ്രതീക്ഷ അവരെ കുറിച്ചില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നാം ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. ഇനി 14, 12, 13 വായിച്ചു. 14-ാം വാക്യം വായിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? 14, 15 വാക്യങ്ങൾ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഹാനോക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, 2 കാര്യങ്ങള്, മറ്റെങ്ങും ഇല്ലാത്ത 2 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്നേതാ? ഒന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏതാ? മോശയുടെ ശരീരത്തെ കുറിച്ച് തർക്കിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഇവിടെയാണ്, ഹാനോക്കിന്റെ പ്രവചനം. എന്ത് സംശയമുണ്ടോ? ഹാനോക്കിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ഹാനോക്ക് പ്രവചിച്ചതാണ്. ഹാനോക്ക് എത്ര വർഷം ദൈവത്തോട് നടന്നു? 300 വർഷം ദൈവത്തോട് നടന്നു. 300 വർഷം. 65-ാമത്തെ വയസ്സിലാണ് അവൻ ദൈവത്തോട് നടക്കാൻ ആഗ്രഹിച്ചത്. അങ്ങനെ 365-ാമത്തെ വയസ്സിൽ എൻ്റെ അവസാനമായി. അത് 300 വർഷം ദൈവത്തോടു കൂടെ നടന്നു. അവിടെ എന്ത് പറയുന്നത്? 6 മുതൽ 7-മനായ ഹാനോക്ക്. 6 മുതൽ 7-മനായ ഹാനോക്ക്. നോക്കട്ടെ, ആദാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 7-മനായ ഹാനോക്ക്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്തുവാ? ഇതാ, കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട ഭാവികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരുമൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരുടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. എന്താണ് ഇതിന്റെ അർത്ഥം? വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുക. എന്തുവാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? വീണ്ടും വരും. നമ്മുടെ കർത്താവിന്റെ വരവിന് 2 ഘട്ടങ്ങളുണ്ട്. ഏതൊക്കെയാ അറിയാവുന്നത്? ഒന്ന് മധ്യാകാശ വരവ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അവനോടുകൂടെ എടുക്കപ്പെടും. സഭ കർത്താവിനോടുകൂടെ ആയിരിക്കും. അതിനുശേഷം 7 വർഷം കർത്താവിനോടുകൂടെ സഭയായിരിക്കും. 7 വർഷം സ്വർഗത്തിലായിരിക്കും. അതിനുശേഷം 7 വർഷത്തിന്റെ അവസാനം കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വരും. ആ 7 വർഷം ഇവിടെ ഭൂമിയിൽ എന്താ നടക്കുന്നേ? മഹോപദ്രവകാലം, അന്തിക്രിസ്തുവിന്റെ ഭരണമാണ്. വലിയൊരു വിഷയം. അതുകൊണ്ട് ഇത് ഇടയ്ക്ക് വന്നവർ പറഞ്ഞതേ ഉള്ളൂ. അന്തിക്രിസ്തുവിന്റെ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. അന്ന് എന്ത് ചെയ്യും? 3.5 വർഷം. ആദ്യത്തെ 3.5 വർഷം അന്തിക്രിസ്തു നല്ല ഭരണം കാഴ്ചവെക്കും. അതിന് കഴിഞ്ഞിട്ട് അവന്റെ സ്വഭാവം മാറും. അവനാണ് ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവന് യെരുശലേം ദേവാലയത്തിൽ അവന്റെ പ്രതിമ സ്ഥാപിക്കാനൊക്കെ തുടങ്ങും. അതൊക്കെ അറിയുന്ന ചരിത്രമുണ്ട്, ഒന്നും വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള 7-ാം വർഷത്തിന്റെ അവസാനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വരികയും 1000 ആണ്ട് വാഴ്ചയാണ്. പിന്നെ 1000 ആണ്ട് വാഴ്ച. മനസ്സിലായത്? 1000 ആണ്ട് വാഴ്ച. അവിടെ പറയുന്നത് എന്താ നോക്കാം. ആ 1000 ആണ്ട് വാഴ്ച എന്താണ്? വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു. വിശുദ്ധന്മാർ ഈ ഭൂമിയിലേക്ക് വാഴാനായിട്ട് വരികയാണ്.
വിശുദ്ധന്മാരോടുകൂടി കർത്താവ് വരികയാണ്. ചരിത്രം അല്ലെങ്കിൽ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ വിശുദ്ധന്മാരും കൂടെ ആയിരിക്കും ഭൂമിയെ ഭരിക്കുന്നതെന്നാ കർത്താവ് തന്നെ പറയുന്നുണ്ടത്. 12 ശിഷ്യന്മാരും 12 സിംഹാസനത്തിൽ ഇരുന്ന ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കും. അത് പറയുന്നുണ്ട്. അങ്ങനെ ന്യായം വിധിക്കുമ്പോൾ ദൈവമക്കളായ നമുക്ക് ഓരോ സ്ഥാനങ്ങൾ തരും. നമ്മൾ ഈ ഭൂമിയെ വാഴും, നമ്മൾ ഈ ഭൂമിയെ ഭരിക്കും. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമെന്നാണ് ഈ ഹാനോക്കിന്റെ പ്രവചനത്തിൽ കൂടെ യൂദ വെളിപ്പെടുത്തി തരികയാണ്. നോക്കുക, എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് 16-ാം വാക്യം വായിക്കാം. 16. അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ്? 5 കാര്യങ്ങൾ അവിടെ പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാ? 1, പിറുപിറുപ്പുകാര്. 2, ആവലാതി പറയുന്നവര്. സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവര്, വമ്പ് പറയുന്നവര്, മുഖസ്തുതി പ്രയോഗിക്കുന്നവർ. കണ്ടോ 5 കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ഈ അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായി വമ്പ് പറയുന്നു. കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. ഇങ്ങനെയുള്ളവരെ വളരെ സൂക്ഷിക്കണമെന്ന് യൂദ വ്യക്തമായിട്ട് പറയുകയാണ്. ഈ നാളുകളില് പിറുപിറുക്കുന്ന, ദൈവത്തോട് മത്സരിക്കുന്നവരെ, ആവലാതി പറയുന്നവര്, ആവലാതിയും പിറുപിറുപ്പും ഇരട്ട സഹോദരന്മാരാണ്. 2 സഹോദരന്മാരാണ്, ഇരട്ട സഹോദരന്മാരാണ്. ഒരേ ആവശ്യമാണ് അവർക്കുള്ളത്. ആവലാതിയും പിറുപിറുപ്പുമാണ്. അതുപോലെ വമ്പ് പറയുന്നവര്, കാര്യസാധ്യത്തിനായി മുഖസ്തുതി പറയുന്നവര്. ഇന്നുണ്ടത് കാര്യസാധ്യത്തിന് മുഖസ്തുതി പറയുന്നവര് ധാരാളം ഉണ്ടെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഒരു വാക്യം മാത്രം വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 32-ന്റെ 21, 22. ഇയ്യോബിന്റെ പുസ്തകം 32-ന്റെ 21, 22. അവിടെ പറയുന്ന ഇയ്യോബ് പറയുന്നത് എന്താണ്? ഞാൻ ആരുടെ മുഖസ്തുതി പറയുന്നു? മുഖസ്തുതി പറയുന്നില്ല. നോക്കുക, മുഖസ്തുതി പറയുന്നവരെന്തുകൊണ്ട്? കാര്യസാധ്യത്തിന് വേണ്ടി മുഖസ്തുതി പറയുന്നവര്, അങ്ങനെയുള്ളവരെ വളരെ സൂക്ഷിക്കണമെന്ന് വ്യക്തമായിട്ട് യൂദ പറയുകയാണ്. മുഖസ്തുതി പറയുന്നവര്, പിറുപിറുപ്പുകാര്, എപ്പോഴും പിറുപിറുപ്പ, ആവലാതി പറയുന്നവര്, സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവര്, അവർക്ക് അവരവരുടേതായ ഇഷ്ടമാണ്, അവർക്ക് സ്വന്തം മോഹങ്ങളാണ്, മറ്റൊന്നും അവരുടെ ചിന്തയില്ല. ദൈവമക്കൾ ഒരിക്കലും അങ്ങനെ ആയിരിക്കാൻ പാടില്ല. വ്യക്തമായിട്ട് യൂദ പറയുകയാണ്. വമ്പ് പറയുന്നവര് വലിയ കാര്യങ്ങളൊക്കെ തട്ടിവിടും. നമ്മൾ കേട്ടില്ലേ? വലിയ കാര്യങ്ങളൊക്കെ പറയും, എന്ത് വേണമെങ്കിലും പറയും. അതുപോലെ തന്നെ മുഖസ്തുതി പറയുന്നവരെ ഇതിനെയൊക്കെ വളരെ സൂക്ഷിക്കണമെന്ന് പറയാം. ഇനി 17 മുതൽ 19 വരെയുള്ള 17-ാം വാക്യം വായിക്കാം. മതി. ഇവിടെ പ്രിയമുള്ളവരെ നോക്കുക. അപ്പോൾ ഈ യൂദായുടെ ലേഖനത്തിന്റെ പ്രത്യേകത, യൂദായുടെ ആ പ്രത്യേകത നമ്മൾ നോക്കണം. വേറൊരു വാക്യത്തിൽ നമ്മൾ വേണ്ടല്ലോ പ്രിയരെ ഏതില്ല? 2-ാം വാക്യത്തിൽ ഇല്ലയോ? 2-ാം വാക്യത്തിൽ യൂദ എന്താ പറയുന്നത്? 3-ാം വാക്യത്തിൽ എന്താ പറഞ്ഞേ? പ്രിയരെ. ഇവിടെ പറയുന്നത് എന്തുവാ? പ്രിയമുള്ളവരെ. ഇതിൽ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കാര്യം, ദൈവമക്കൾ, കൂട്ടുവിശ്വാസികൾ യൂദയെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരാണ്, പ്രിയരാണ്. നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കണം. അവർ നമുക്ക് പ്രിയമുള്ളവരായിരിക്കണം. മുഖസ്തുതി പറയാനല്ല, പ്രിയമുള്ളവരായിരിക്കണം. നമ്മൾ വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. ഈ അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള പരിഹാസികൾ ഉണ്ടാകും. നമ്മൾ ശ്രദ്ധിക്കണത്. ഇത് നമ്മുടെ ആരുടെയും കുഴപ്പമല്ല, കാലത്തിന്റെ പ്രത്യേകതയാണ്. അങ്ങനെയുള്ള പരിഹാസികളും ദുഷ്ടന്മാരായ ആളുകളും ധാരാളം വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണിത്. 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നു. അന്ത്യകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. 1 തിമോഥെയോസ് 4-ന്റെ 1 വായിക്കും. 1 തിമോഥെയോസ് 4-ന്റെ 1. നോക്കുക, ദൈവഭയമില്ലാത്ത അനേക ആളുകൾ, അങ്ങനെ ഒരു തലമുറ തന്നെ ഉണ്ടായിരിക്കുകയാണ്. നമ്മൾ പത്രത്തിലൊക്കെ ദിവസവും വായിക്കുന്ന കാര്യമാണ്. എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത്, എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കുന്നത്. ഒരു മകനെയും തൻ്റെ കുടുംബത്തെയും ചുട്ടുകരിച്ച ഒരു പിതാവിന്റെ കാര്യം ഈ അടുത്ത സമയത്ത് നിങ്ങളൊന്ന് വായിച്ചു. ഒരു മകനെയും ഭാര്യയും 2 കുഞ്ഞുങ്ങളെയും പെട്രോൾ ഒഴിച്ചിട്ട് കത്തിച്ചു. എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കണം. പിതാവ് ചെയ്ത കാര്യം കേട്ടാൽ നമ്മൾ അന്തം വിട്ടു പോകും.
പൈപ്പുകളെല്ലാം അടച്ചു വെച്ചു, വെള്ളം എടുത്തവർ ഒഴിച്ച് തീ അണയ്ക്കാതിരിക്കാൻ വേണ്ടി. എത്രയോ ദുഃഖകരമായ കാര്യമാണ് അങ്ങനെയുള്ള ഒരു തലമുറ. അതുപോലെ തന്നെ ഈ അടുത്ത സമയത്ത് പത്രത്തിൽ വന്നൊരു കാര്യം നമ്മൾ കണ്ടു കാണും. ഒരു മകൻ മദ്യപിക്കുന്ന കാര്യം മാതാവ് ചോദ്യം ചെയ്തതിന് എന്ത് ചെയ്തു? ഓടിച്ചിട്ട് അമ്മയെ കൊന്നു. അമ്മ ഓടി ഗേറ്റിന്റെ അവിടെ ചെന്നു, അവിടെ ഇട്ടും അമ്മയെ കൊന്നു. എന്തെല്ലാം സംഭവങ്ങൾ നടക്കും. ദുഷ്ടലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തില് ആ തലമുറയെ നമ്മൾ ഓർക്കണം. ദുഷ്ടതലമുറയാണ്. പ്രവർത്തിക്കാൻ എന്ത് ദുഷ്ടതയും പ്രവർത്തിക്കാൻ മടിയില്ലാത്തൊരു തലമുറയിൽ നമ്മളായിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം, സൂക്ഷിക്കണം. നമ്മുടെ ജീവിതം അങ്ങനെ ക്രമീകരിക്കുവാനിടയായി തീർന്നതുണ്ട്. ഇവിടെ 19-ാം വാക്യത്തിൽ അവിടെയും പ്രയോഗമുണ്ട്. 19-ാം വാക്യം ഒന്ന് വായിക്കാം. 19. മതി. അവരും പറയുന്നത് ഭിന്നത ഉണ്ടാക്കുന്നവരാണ്. സഭയിൽ ഭിന്നത ഉണ്ടാക്കും, വ്യക്തികളുടെ ജീവിതത്തിൽ ഭിന്നത ഉണ്ടാക്കും. അങ്ങനെയുള്ളവരുണ്ട്. അതുപോലെ തന്നെ പ്രാകൃതന്മാർ എന്ന് പറഞ്ഞ എന്ത് അർത്ഥം? പ്രാകൃതന്മാർ ആത്മാവില്ലാത്തവർ. അതെ, ആത്മാവില്ലാത്തവരാണ് പ്രാകൃതന്മാർ. ഒരു വല്ലാത്ത സ്വഭാവമാണ്, ഒരു മനുഷ്യത്വമില്ലാത്ത സ്വഭാവമാണ്. പ്രാകൃതന്മാരായി ജീവിക്കുന്നു. അതുപോലെ തന്നെ ആത്മാവില്ലാത്തവർ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? രക്ഷിക്കപ്പെടാത്തവര്, ആത്മാവില്ല. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആത്മാവ് നമ്മുടെ മൃഗസമാനം ജഡത്തിന്റെ അഭിലാഷം അനുസരിച്ച് ജീവിക്കുന്നവർ, അതാണ് പ്രാകൃതന്മാർ. പ്രകൃതിയില്ല, അല്ലെങ്കിൽ യാതൊരു മനുഷ്യ സ്വഭാവം ഇല്ലാതെ ജഡ സ്വഭാവം അനുസരിച്ച് ജീവിക്കുന്നവർ, അതാണ് പ്രാകൃതന്മാർ. മറ്റവര് അതിനൊരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 2:14. 1 കൊരിന്ത്യർ 2:14 വായിക്കാം. അന്നേരം ഒന്നുകൂടെ ക്ലിയർ ആവും. 1 കൊരിന്ത്യർ 2:14. 2:14 അതവന് പോഷത്വമാകും. അന്നേരം കഴിയുന്നുമില്ല. മനസ്സിലായല്ലേ? അന്നേരം ഇതെല്ലാം ഒരേ വിഭാഗത്തിൽപ്പെടുന്നവരാ. മനുഷ്യ സ്വഭാവം ഇല്ലാത്തവന്മാർ, പ്രാകൃതന്മാർ, പിന്നെ ആത്മാവില്ലാത്തവർ, പിന്നെ അവിടെ പറയുന്ന ഒരു മൂന്നാമത്തെ ആരാ? ഭിന്നത ഉണ്ടാക്കുന്നു. ഇതെല്ലാം അതിനകത്ത് വിടുന്നതാണ്. അങ്ങനെയുള്ള ഒരു ആളുകളുടെ മധ്യത്തിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. സഭയിലായാലും എവിടെ ആയാലും അങ്ങനെയുള്ളവരുണ്ട്. അവരെ സൂക്ഷിക്കണം. 20-ാം വാക്യം. ഇത് 20, 21 വാക്യങ്ങള് വ്യക്തിപരമായ കർത്തവ്യമാണ്. നമ്മുടെ വ്യക്തിപരമായ കർത്തവ്യത്തെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? 20, 21. അതിന് പ്രിയരെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. ഇത് ഇവിടെ പറയുകയാണ്, വ്യക്തിപരമായ പരാമർശമാണ് ആ കാര്യം. നമ്മുടെ അതിവിശുദ്ധ വിശ്വാസം, പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടി നമ്മളൊരു കാര്യം ചെയ്യണം. നമ്മൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തണം. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വർധനയ്ക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ വിശ്വാസത്തിൽ ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സഹോദരന്മാർ അന്യോന്യം ആത്മീയ വർധന വരുത്തണം. ദൈവജനത്തിൽ നിന്ന് വായിച്ച് നമ്മൾ ആത്മീയ വർധന വരുത്തണം. അതുപോലെ തന്നെ സഹോദരന്മാർ തമ്മിൽ സംസാരിച്ച് ആത്മീയ വർധന വരുത്തണം. തമ്മിൽ ആത്മീയ വർധന വരുത്തണം. ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. സഭയിൽ ഏത് ശുശ്രൂഷ ചെയ്താലും അത് ആത്മീയ വർധനയ്ക്കുള്ളതായിരിക്കണം. നമ്മൾ ഏത് ശുശ്രൂഷ നമ്മുടെ മഹത്വത്തിനോ അല്ല നമ്മുടെ ജഡം ഉയരുന്നതിനോ ഒരിക്കലും ആയിത്തീരരുത്. അതുപോലെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. എന്താണ് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ? റോമാലേഖനം 8:26 വായിച്ച്. റോമർ 8:26. പക്ഷപാതം ചെയ്യുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ചിലർ പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ടോ? പ്രാസവും അതുപോലെ തന്നെ ഗ്രാമറും അതുമെല്ലാം എടുത്താണ് ഓരോരുത്തർ പ്രാർത്ഥിക്കുന്നത്, അല്ലയോ? അതല്ല പ്രാർത്ഥന എന്ന് പറയും. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രാർത്ഥന പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ് നമ്മൾ പ്രാർത്ഥന കേൾക്കുന്നത് അറിയാം. ആ ആത്മാവിന്റെ ഉള്ളിൽ നിന്ന് വരണം. ചിലർ പ്രാർത്ഥിക്കാൻ കയറിയാലും മണിക്കൂറുകൾ എടുക്കും. ഒരാളുടെ ഒരു പ്രസംഗം കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്താൽ പ്രസംഗം മൊത്തം ഒന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയുള്ളവരുണ്ട്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു യാഗം ആ പ്രാർത്ഥന. ഒരു വാക്യം അതിനോട് വായിക്കാം. 141-ാം സങ്കീർത്തനം 2-ാം വാക്യം വായിച്ചു. 141-ാം സങ്കീർത്തനം 2-ാം വാക്യം. 141-2.
എൻ്റെ കൈകളെ മലർത്തി ഞാൻ പ്രാർത്ഥിക്കുന്നത് സന്ധ്യായാഗമായി തീരട്ടെന്ന് പറയുന്നു. സന്ധ്യായാഗമായി തീരണം. നമ്മുടെ പ്രാർത്ഥന ഒരു യാഗത്തിന് തുല്യമായി തീരണം. യാഗം എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിലുള്ള ആരാധന കഴിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ആ നിലയിലായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് ദൈവവചനം വ്യക്തമായി ഓർപ്പിക്കുക. സാത്താൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യം എന്തുവാ? പ്രാർത്ഥനയാണ്. അത് നമ്മൾ ചിന്തിക്കണം. പ്രാർത്ഥനയ്ക്ക് നമ്മൾ മുടക്കം വരുത്തരുത്. പ്രാർത്ഥനയാണ് സാത്താൻ, പിശാച് ഏറ്റവും ഭയപ്പെടുന്ന കാര്യം. അതുകൊണ്ട് ആ പ്രാർത്ഥന മുടക്കാനായിട്ട് പിശാച് പല വഴികൾ നോക്കും. നമ്മുടെ സമയം ഇല്ലെന്ന് പറയും, നമ്മുടെ പല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് പല ബിസിനസ്സുകൾ വരും, എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ വരും, നമ്മുടെ ഭവനത്തിൽ വരും. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥനയും നമ്മുടെ വ്യക്തിപരമായുള്ള പ്രാർത്ഥനയും നമ്മൾ സമയം കണ്ടെത്താതെ ഒരിക്കലും ഇരിക്കരുത്. അതിന് സമയം കണ്ടെത്തണം. അത് മുടക്കാനായിട്ട് പാടില്ല. ദൈവത്തോട് നമ്മൾ ദൈവത്തോട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതൊരിക്കലും മറന്നുപോകരുത്. നമ്മുടെ കർത്താവ് പോലും പിതാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. അത് നമ്മൾ മാതൃകയാക്കി തീർക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട, അത്യന്താപേക്ഷിതമായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് പരിശുദ്ധാത്മാവിലായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ ചില വാക്കുകൾ, ഗ്രാമറും അത് ഇതൊക്കെ നോക്കിയല്ല പ്രാർത്ഥിക്കേണ്ടത്, പ്രാസം നോക്കിയല്ല പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുന്നതായിരിക്കണം പ്രാർത്ഥന. അതുകൊണ്ട് ആ ഭാഗത്തിൽ 20-ാം വാക്യത്തിൽ വായിക്കുന്നത് എന്താണ്? വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയർത്തനെ വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നമ്മുടെ ജീവിതയാത്ര മുമ്പോട്ട് പോകണം. 21-ൽ വായിക്കുന്നത് 21 നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുകയും. ഈ പ്രാർത്ഥിക്കുമ്പോഴും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവസ്നേഹം ഉണ്ടായിരിക്കണം. ദൈവസ്നേഹം, അതിലില്ലാത്ത ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ ദൈവത്തോട് നാം സ്നേഹം കാണിക്കുകയും കൂട്ടു സഹോദരന്മാരോട് അതുപോലുള്ള സ്നേഹം കാണിക്കുകയും ചെയ്യും. എങ്കിൽ മാത്രമേ ആ സ്നേഹത്തിന്റെ പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ, പൂർത്തീകരണമാകുകയുള്ളൂ. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും കൂട്ടു സഹോദരന്മാരെ നമ്മൾ സ്നേഹിക്കുകയും ചെയ്തില്ലെങ്കിൽ ആ സ്നേഹത്തിന് വല്ല വിലയുണ്ടോ? ഇല്ല. ദൈവം കർത്താവ് തന്നെ ആ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ സ്നേഹം സഹോദരന്മാരോട് കാണിക്കണം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം വായിക്കാം. ഫിലിപ്പിയർ 1:9 അതെ. അതായത് പറഞ്ഞതിന്റെ ആ വാക്കിൽ ഈ 2 വാക്യങ്ങൾ നമ്മൾ വായിച്ചതെന്ന് കാണാൻ കഴിയുന്നത് സ്നേഹത്തിൽ വേരൂന്നിയതായിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രദ്ധ, ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ സ്നേഹം, കൂട്ടു സഹോദരങ്ങളുടെ സ്നേഹം, അയൽവാസികളുടെ സ്നേഹം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അയൽവാസികളുടെ സ്നേഹം ഇല്ലെങ്കിൽ നമ്മൾ ആരോട് സുവിശേഷം പറയാൻ ഒക്കത്തില്ല. ആ സ്നേഹം നമ്മൾ വെളിപ്പെടുത്തണം. ഇനി 22-ഉം 23-ഉം വാക്യങ്ങൾ വായിക്കാം. 22, 23. മതി. ഇവിടെ പറയുന്ന കാര്യം എന്താണ്? സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ. എന്തോ അതിൻ്റെ അർത്ഥം? സംശയിക്കുന്ന ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ വലയിൽ അകപ്പെട്ടു പോയ ബലഹീനരായ വിശ്വാസികളുണ്ട്. അവരോട് നമ്മൾ കരുണ കാണിക്കണം. അവര് പോട്ടെ. പലരും നമ്മുടെ സഭകളിലും ഒക്കെ കാണുന്ന ഒരു പ്രവണത എന്തുവാ? പോട്ടെ, ഇല്ലയോ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അവരോട് കരുണ കാണിക്കണം. എന്തുകൊണ്ടാണ്? വചനത്തിന്റെ പരിജ്ഞാനമില്ലായകയാൽ ഈ ദുരുപദേഷ്ടകന്മാരുടെ സ്വാധീനത്തിൽപ്പെട്ട് തെറ്റിപ്പോകുന്നവരോട്, വീണുപോയിട്ടുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? അവരോട് കരുണ കാണിക്കണം. അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. നമ്മൾ അതിന് ബാധ്യസ്ഥരായിരിക്കണം. ഒരിക്കലും നമ്മൾ മറന്നുപോകരുത്. ശാരീരികമായും ആത്മീയമായും ബലഹീനരായ വിശ്വാസികളെ നമ്മൾ അവരെ എല്ലാ രീതിയിലും നമ്മൾ കൈത്താങ്ങണം. ഇപ്പൊ ചില സാമ്പത്തികം കൊടുത്ത് കൈത്താങ്ങേണ്ടവർ കാണും, അല്ലയോ? അങ്ങനെയുള്ളവരെ ആ നിലയിൽ ചെയ്യണം. ഏതെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്യേണ്ട അവരെ ചെയ്യണം. ആ ശുശ്രൂഷ ചെയ്ത് അവരെ കൈത്താങ്ങണം, അല്ലെങ്കിൽ അവരെ സഹായിക്കണം. ആ രീതിയിൽ നമ്മൾ ചെയ്യണം. ഏത് നിലയിലായാലും നമ്മൾ അവരെ താങ്ങുവാനും കൈത്താങ്ങൽ കൊടുക്കുവാനും അവരെ തിരിച്ചു കൊണ്ടുവരുവാനും ഉള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുകയും ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുക. നരകത്തീ അല്ലത്, നരകത്തിന്റെ തീയല്ല. പിന്നെന്തുവാ? ഇങ്ങനെ വിട്ടുപോകുന്ന ആ വിശ്വാസികളായ ആളുകള് അവർ തെറ്റിപ്പോവുക. പക്ഷെ അവരെ പെട്ടെന്ന് വലിച്ചെടുത്ത്, അല്ലെങ്കിൽ അവരെ ആ ഭാഗത്തു നിന്ന് മാറ്റി നമ്മൾ അവരെ രക്ഷിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്.
റോമാലേഖനം 14-1 റോമാലേഖനം 14-1 വിശ്വാസത്തിൽ ബലഹീനർ, അതാണ് അതിന്റെ മറുപടി. വിശ്വാസത്തിൽ ബലഹീനരായവരെ നമ്മൾ ചേർത്ത് കൊള്ളും. ചിലപ്പം പുതിയ വിശ്വാസികളായിരിക്കും, ദൈവം അതിനൊന്നും പഠിച്ചു കാണത്തില്ല, അവരിങ്ങോട്ട് വന്നു, അവർ തെറ്റിപ്പോകാൻ വളരെ സാധ്യതയുണ്ട്. പക്ഷെ അവരെ നമ്മൾ പോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കുവാനായിട്ട് പാടില്ല. അവരെ ചേർത്ത് കൊള്ളുവാനും അവരെ നമ്മൾ വിശ്വാസത്തിലേക്ക് തിരികെ പിന്മാറ്റത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു വിട്ടുപോയ അവസ്ഥയിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും നമുക്കുണ്ട്, ദൈവമക്കൾക്കുണ്ട്. അതുകൊണ്ട് ആ നിലയിൽ നമ്മൾ അവരെ ചിന്തിക്കുകയും അവരോട് പെരുമാറുകയും ചെയ്യണം. ദൈവത്തിന്റെ ബാലശിക്ഷയ്ക്ക് വിധേയരായവര്, ശിക്ഷണത്തിൽ നിന്നും തീയിൽ നിന്നും ആകപ്പെട്ടവരെ നമ്മൾ പിൻവലിക്കണം. പിന്മാറ്റ അവസ്ഥയിൽ പോയവരെ ആരെങ്കിലും നമ്മൾ അറിയുന്നവരുണ്ടെങ്കിൽ അവരെ തിരികെ കൊണ്ടുവരണം. നമ്മൾ അവരോട് സംസാരിക്കണം, കാര്യങ്ങൾ എന്താ, അവരുടെ പ്രശ്നമൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ആ നിലയിൽ നമ്മൾ ചിന്തിക്കണം. ലോത്തിനെ നമ്മൾ നേരത്തെ ചിന്തിച്ചു. ലോത്തിനെ ദൂതന്മാർ എന്ത് ചെയ്യുകയെ? അവിടെ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ്. നോക്ക്, പെട്ടെന്ന് പോകാൻ പറഞ്ഞു, ദൈവത്തെ സംഹരിക്കാൻ പോവുകയാണ്, തീയാലിത് സംഹരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവരെ പിടിച്ചു വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോയി. അതുപോലെ ചില വിശ്വാസികളെ നമ്മൾ ആ തീയിൽ നിന്നും വലിച്ച് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും നമുക്കുണ്ട്. ആ നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, ഇവിടെ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോട് കരുണ കാണിപ്പീൻ. ചിലർക്ക് ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് പാപത്തിന്, ഇവിടെ രക്ഷയെക്കുറിച്ചാണ് പറഞ്ഞു. ജഡത്താൽ മലിനപ്പെട്ട അങ്കി എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവരായി നമ്മൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ, ആ പാപത്തിന്റെ അധീനതയിൽ നിന്ന് അവരെ കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് ഒരിക്കലും നമ്മൾ മറന്നുപോകരുത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പാപിനിയായ സ്ത്രീയോട് ഇടപെട്ട് എങ്ങനെ? മകളെ, ഇനി പാപം ചെയ്യരുത്. ശമരിയ സ്ത്രീയോട് ഇടപെട്ട് എങ്ങനെ? നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവളും കർത്താവിനെ കുറിച്ച് പറഞ്ഞു. പട്ടണത്തിൽ ചെന്നവർ പറയുകയാണ്, മശികായെ ഞാൻ കണ്ടു എന്ന് പറയുകയാണ്. ആ നിലയിൽ നമ്മൾ ചിലർ ഇടപെടണം. ചില മദ്യപാനികൾ നമ്മൾ അറിയുന്നവരുണ്ടെങ്കിൽ അവരോട് നമ്മൾ കൃത്യമായി ഇടപെടണം. അതാണ് ദൈവം ഇവിടെ ആഗ്രഹിക്കുന്ന, ദൈവം അതിനെ പറയുന്നത് അതാണ്. അങ്കി പോലും പകച്ചുകൊണ്ട് ചിലരോട് ഭയത്തോട് കരുണ കാണിക്കുക. നമ്മൾ വളരെ ഭയത്തോടെ അവരോട് ഇടപെടണം. മദ്യപാനികള് നമ്മൾ അവരെ കുറിച്ച് അവർ പോട്ടെ എന്നുള്ള ചിന്തയിൽ നമ്മൾ ഒരിക്കലും വിടാൻ പാടില്ല. അവർ കുറേ നാൾ നമ്മൾ അവരുടെ പുറകെ നടക്കുമ്പോൾ അവർ വീണ്ടും വരും, രക്ഷിക്കപ്പെട്ടു വരും, അല്ലെങ്കിൽ അവർ കർത്താവിൻ്റെ ഭാഗത്തേക്ക് കടന്നു വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മൾ പലപ്പോഴും അങ്ങനെ ഇടപെടാറില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ആ നിലയിൽ നമ്മൾ ആയിരിക്കുവാൻ ഇടയായിത്തീരണം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. ഇപ്പം ഒരു മദ്യപാനിയുടെ അടുത്ത് നിന്ന് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ അവന് ആദ്യമൊക്കെ ചില ബുദ്ധിമുട്ടായിരിക്കും. പല ദിവസങ്ങൾ നമ്മൾ പോകണം, 2-3 ദിവസമല്ല, നമ്മൾ തുടർച്ചയായിട്ട് അവനെ സമീപിക്കണം. അവന് തന്നെ ഒരു മാനസാന്തരം വരും, അവന് തന്നെ ഒരു മാറ്റം വരും. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ദൈവം പറയാം. 24-25 വാക്യം വായിക്കാം. ആമീൻ. ഇവിടെ യൂദാ പറയുന്നത് നമ്മൾ വീഴുവാൻ സാധ്യതയുണ്ട്. നമ്മൾ വീഴാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. അത് നമ്മൾ മറന്നുപോകരുത്. നമ്മളാരും പരിശുദ്ധന്മാരല്ല. അതോ അല്ല, വീഴാൻ സാധ്യതയുണ്ട്. ദാവീദ് പോലും വീണുപോയി, ദാവീദിന് വീഴ്ച സംഭവിച്ചു. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. നമ്മളെ താങ്ങി നിർത്തിയതിന് ദൈവകൃപ കൊണ്ടാണ്. ദൈവകൃപയാണ് നമ്മെ താങ്ങി നിൽക്കുന്നുള്ള ഒരു മനോഭാവം, ഉത്തരവാദിത്വം നമുക്ക് വേണം. നമ്മുടെ കർത്താവ് നമ്മെ താങ്ങി നടത്തുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും വീഴാതെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മെ തന്നെ സൂക്ഷിക്കണം, ശ്രദ്ധിച്ച് നമ്മൾ നോക്കണം. നമ്മുടെ കർത്താവിനെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് പോകണം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. 12:3 എബ്രായ ലേഖനം 12:3 പ്രാണത്യാഗത്തോളം നമ്മൾ ഏർത്തി നിൽക്കണം. നമ്മൾ വീഴാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടാകണം. പ്രാണം പോയാലും അല്ലെങ്കിൽ ജീവൻ പോയാലും ഞാൻ അതിനുവേണ്ടി നിൽക്കുമെന്നുള്ള ആ ദൃഢമായ ചിന്തയും ഉത്തരവാദിത്വവും അല്ലെങ്കിൽ ആ ഒരു നിശ്ചയവും നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് നമ്മളെ ഈ ലോകത്തിൽ ആക്കിയിരിക്കുമ്പോൾ നിർമ്മല കന്യകയായിട്ടാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. എന്താ നിർമ്മല കന്യക എന്ന് പറഞ്ഞാൽ?
കളങ്കമില്ലാത്ത കന്യകയായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന മണവാളന് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നവരാണ് സഭ. ദൈവത്തിന്റെ സഭയെന്ന് പറയുന്നത് കർത്താവിന്റെ മണവാട്ടിയാണ്. നമുക്ക് ഉദാഹരണമായിട്ട് അറിയാം, ഒരു പെൺകുട്ടിയെ വിവാഹ നിശ്ചയം ചെയ്തു. ഇപ്പൊ ഇന്ന് വിവാഹ നിശ്ചയം ചെയ്ത് 2 മാസം കഴിഞ്ഞേ ഉള്ളൂ വിവാഹം. ഈ ദിവസങ്ങളിൽ ആ പെൺകുട്ടി എന്ത് ചെയ്യണം? തന്നെത്താനെ ഒരുക്കണം. തെറ്റിപ്പോകാൻ ഒരിക്കലും തെറ്റിപ്പോകാൻ പാടില്ല. ഉണ്ടോ? ഇല്ല. പല പ്രലോഭനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ അവൾ അതിൽ നിന്നും മാറാൻ പാടില്ല. അവളെ ആ പുരുഷന് വേണ്ടി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കാര്യം അത് തന്നെയാണ്. ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ ഏൽപ്പിക്കാൻ നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. അത് മറന്നു പോകരുത്. ആ നിലയിൽ നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെ ആയിരിക്കണം. ഇവിടെ പറയുന്നത് അതാണ്. നമ്മുടെ കർത്താവായ ഏക ദൈവത്തിന് തന്നെ നിർത്തുവാൻ, കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ. ഒരു കളങ്കവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. കളങ്കം ഉണ്ടായാൽ അത് മായ്ച്ചു കളയണം, കഴുകിക്കളയണം. തെറ്റ് പറ്റാത്ത മനുഷ്യനില്ല. തെറ്റ് പറ്റിയാൽ അതിൽ നിന്ന് മാറ്റമുണ്ടായി. കർത്താവെ, ഞാൻ തെറ്റ് ചെയ്തു പോയി. ദാവീദ് പറഞ്ഞെന്തുവാ? ഞാൻ തെറ്റിപ്പോയി. നാഥാൻ പ്രവാചകന്റെ അടുത്ത് വന്നപ്പോൾ ദാവീദ് പറഞ്ഞെന്തുവാ? ദൈവമേ, എനിക്ക് തെറ്റുപറ്റി. സമ്മതിക്കണം. ആ നിലയിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാനും അതിൽ നിന്ന് മാറ്റം ഉണ്ടാകുവാനും വ്യത്യാസം ഉണ്ടാകുവാനും നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരണം. അങ്ങനെ നമ്മളെ കർത്താവായ ദൈവത്തിന്റെ മുൻപാകെ കന്യകയായി, വിശുദ്ധനും നിഷ്കളങ്കമായ കന്യകയായി നിർത്തുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണെന്നുള്ള ബോധം എല്ലാ ദൈവമക്കളുടെയും ഹൃദയത്തിലുണ്ടായിരിക്കണം. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളുടെയും ഹൃദയത്തിലുണ്ടായിരിക്കണം. 25-ാം വാക്യം നമ്മൾ വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ഈ 3 കാര്യങ്ങൾ അവിടെ പറയുകയാണ്. തേജസ്, മഹിമ, ബലം. തേജസ്, മഹിമ, ബലം. ഇതാർക്കുള്ളതാണ്? നമ്മുടെ കർത്താവിന്, നമ്മുടെ ദൈവത്തിന് തേജസ്. നമ്മുടെ കർത്താവിന് തേജസ്, ഗ്ലോറി, മഹിമ, മെജസ്റ്റി, ബലം, ഡൊമിനിയൻ. നമ്മുടെ കർത്താവിന് ഇതെല്ലാം ഉള്ളതാണ്. സകലത്തിന്മേലുള്ള പരമാധികാരിയാണ് നമ്മുടെ കർത്താവെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഈ അധികാരം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അധികാരമുള്ളവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. അതുപോലെ തന്നെ സദാകാലത്തേക്കും, ഇപ്പോഴും മാത്രമല്ല, സർവകാലത്തിലും ഇപ്പോഴും സദാകാലത്തോളം, ഒരു സമയത്ത് മാത്രമല്ല, എല്ലാ കാലത്തും ആ നിലയിൽ നമ്മൾ നിൽക്കുവാൻ ഇടയായിത്തീരണം എന്ന് പറഞ്ഞ് യൂദ അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ്? ആമേൻ, ആമേൻ. ആമേൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? അങ്ങനെ തന്നെ ആമേൻ എന്ന് പറഞ്ഞ് ലേഖനം അവസാനിപ്പിക്കുന്നു. എല്ലാ ലേഖനങ്ങളും അങ്ങനെ ഇല്ല. ആമേൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന ലേഖനങ്ങൾ ഒന്ന് ഞാൻ പറയാം, എഴുതിയെടുക്കുന്നത്. ആമീൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന ലേഖനങ്ങൾ, എല്ലാ ലേഖനങ്ങളുള്ള റോമർ, ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ നിയമത്തിൽ അവസാനിക്കുന്ന പുസ്തകങ്ങൾ. വെളിപ്പാട് വരുമ്പോൾ ലേഖനമല്ലല്ലോ, പുസ്തകത്തിൽ വരുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. റോമർ, 1 കൊരിന്ത്യർ, ഗലാത്യർ, ഫിലേമോൻ, എബ്രായർ, 2 പത്രോസ്, യൂദ, വെളിപ്പാട്. ഇത്രയും ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. ഒരു ഭാഗം, ഒരു റോമർ മാത്രം ഒന്നും എടുത്ത അവസാനം നോക്കി. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന പുസ്തകങ്ങൾ. എത്രത്തോളം ദൈവം സഹായിച്ചു നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് ദൈവം എത്രത്തോളം നമ്മെ സഹായിച്ചു. കടന്നു വന്ന എല്ലാവർക്കും ദൈവം നന്ദി അറിയിക്കുന്നു.